ബൈബിൾ തുറക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 30-31 വാക്യങ്ങൾ രാത്രിയിലെ വചനധ്യാനത്തിൻ്റെ പ്രാരംഭവാക്യങ്ങൾ എന്ന നിലയിൽ വായിക്കുന്നു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. 31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ആമേൻ. കർത്താവ് തന്ന വചനത്തിനായിട്ട് കൈകൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പല സ്ഥലത്തു നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും ഈ ഹാളിൽ വന്ന് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാരെയും കർത്തൃശുശ്രൂഷകന്മാരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ കൺവെൻഷൻ ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്ന ഇവിടെയുള്ള ദൈവസഭയോടും ഈ സഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഈ സഭയിലെ പാസ്റ്റേഴ്സിനായി എൽഡേഴ്സിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ പ്രവർത്തനത്തെ നയിക്കുവാൻ കർത്താവ് തൻ്റെ ദാസന്മാർക്ക് കൃപയും ജ്ഞാനവും നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ വരുവാനും ഈ യോഗങ്ങളിൽ പങ്കെടുക്കുവാനും എനിക്കും ദൈവം അവസരം തന്നു. നിങ്ങൾ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു എന്ന വിനയത്തോടുകൂടെ ഓർപ്പിക്കുന്നു. അബുദാബിയിൽ ഒരുപാട് സ്നേഹിതർ ഞങ്ങൾക്കുണ്ട്. അവരിൽ പലരെയും ഇവിടെ കണ്ടു. എല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്ര മനോഹരമായ ഈ ഹോൾ ഇവിടെ പണികഴിപ്പിച്ചിരിക്കുന്നത് കണ്ടതിലും ഞാൻ വളരെ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയായി. ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കായി സ്തോത്രം. ഇന്നത്തെ നമ്മുടെ വചനം തുടർന്നുള്ള ഏകദേശം 1.25 മണിക്കൂർ സമയം നമുക്ക് പഠിക്കാനുണ്ട്. വളരെ അധ്വാനവും പണവും ചെലവഴിച്ച് നടത്തുന്ന ഈ യോഗം വെറുമൊരു ശബ്ദകോലാഹലം മാത്രമായിട്ട് അവസാനിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. ആകാശം മാറും, ഭൂമി മാറും, ദൈവത്തിൻ്റെ വചനം മാറുകയില്ല. മാറാത്ത വചനം, അപ്പോൾ തന്നെ മനുഷ്യനിൽ മാറ്റങ്ങൾ വരുത്തുന്ന വചനം, അതതിൻ്റെ ഉള്ള നിലയിൽ കേൾക്കാൻ നമുക്കിന്ന് രാത്രി കഴിയണം. അതിന് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കണം, നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം. കുറച്ച് സമയമേ ഇവിടെ ഇരിക്കുന്നുള്ളൂ. ആ സമയം പൂർണ്ണമായും വചനത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ശ്രദ്ധയോടുകൂടി ആയിരിക്കാൻ അപേക്ഷിക്കുന്നു. പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പങ്കിടുകയാണെങ്കിൽ പരിഹരിക്കാൻ യോഗം കഴിഞ്ഞ് ശ്രമിക്കാം. ഇന്നിവിടെ വായിച്ച വചനത്തിൽ 3 കാലങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്കത് ശ്രദ്ധിക്കാം. എന്നാൽ നിർത്തി വായിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിശ്ചയിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ശ്രദ്ധിക്കുക, ഒരു ദിവസത്തെ നിശ്ചയിച്ചു, ഒരു ജഡ്ജിയെ നിയമിച്ചു. ആര്? സർവശക്തനായ ദൈവം. എന്തിന്? മനുഷ്യനെ ന്യായം വിധിക്കാൻ. ഒരു ജഡ്ജിയെ നിയമിച്ചു, ഒരു ഡേറ്റ് നിശ്ചയിച്ചു. അത് പിന്നെ നീണ്ടു പോവുകയില്ല. അടുത്ത മാസത്തേക്ക് അവധിക്ക് വെച്ചിരിക്കുന്നു, അടുത്ത വർഷത്തേക്ക് അവധിക്ക് വെച്ചിരിക്കുന്നു, അങ്ങനെയൊന്നും പറയുന്ന കോടതിയല്ലത്.
ഇത് പറഞ്ഞതാ, ഇത് എഴുതിയാൽ എഴുതിയതാ. ഇതിന് അപ്പീലും ഇല്ല. അതാ വലിയൊരു പ്രശ്നം. അപ്പീൽ പോകാനൊക്കെയല്ല. അപ്പീൽ പോകുന്ന ഇപ്പം പൊക്കോണം. സകല മനുഷ്യർക്കും വേണ്ടി ഒരു ന്യായവിധിയുടെ ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ജഡ്ജിനെ തീരുമാനിച്ചു കഴിഞ്ഞു. സ്വാധീനിക്കാനൊക്കെയല്ല, മാറ്റാനൊക്കെയല്ല. ജഡ്ജിക്ക് ട്രാൻസ്ഫർ ഇല്ല, ജഡ്ജിക്ക് മരണവുമില്ല. അതുകൊണ്ട് അദ്ദേഹം ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടായി ന്യായവിധിയാണെങ്കിലും ജഡ്ജി ജീവനോടെ ഉണ്ടായിരിക്കും. ആരാണ് ജഡ്ജി? ജഡ്ജി മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഇവിടെ സഞ്ചരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ആയിരിക്കും ആ ജഡ്ജി. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടാൽ എന്ത് സാധിക്കും? അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ക്ഷമിക്കും. ഏതാ 3 കാലം? 1 അറിയായ്മയുടെ കാലം, 2 മാനസാന്തരത്തിൻ്റെ കാലം, 3 ന്യായവിധിയുടെ കാലം. ഞാൻ പറയുമ്പം എൻ്റെ കൂടെ ഒന്ന് പറയണം. 1 അറിയായ്മയുടെ കാലം, ഉറക്കെ പറഞ്ഞാട്ടെ. 2 മാനസാന്തരത്തിൻ്റെ കാലം, 3 ന്യായവിധിയുടെ ദിവസം. അറിയായ്മയുടെ കാലം എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ കാലം. അറിയായ്മയുടെ കാലത്തിന് ഇവിടെ ഒരു എക്സ്ക്യൂസ് ഉണ്ട്, ഒരു ആനുകൂല്യമുണ്ട്. അതിനെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അപ്പോൾ ഇതൊരു മുതലെടുപ്പാണ്. അറിയായ്മയുടെ കാലങ്ങൾ ദൈവം ലക്ഷ്യമാക്കുന്നില്ല, അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. മാനസാന്തരപ്പെട്ടാൽ അതിനു മുമ്പുള്ള അറിയായ്മയുടെ കാലങ്ങളെ ദൈവം വിട്ടുകളയും, ഡിലീറ്റ് ചെയ്ത് കളയും. ഏതാ അതിൻ്റെ അർത്ഥം? അല്ലാതെ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കുന്നില്ലെങ്കിൽ സുവിശേഷം അറിയാതിരുന്നാൽ പോരെ? അതല്ലേ കുറച്ചുകൂടെ നല്ലത്. അറിഞ്ഞേച്ച് പിന്നെ നിങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴാണ് ഓരോന്ന് പറയുന്നത്. ആദ്യം പറയും കൈ പൊക്കിയാൽ മതി, പിന്നെ പറയും എഴുന്നേറ്റ് നിൽക്കണം, അത് കഴിയുമ്പോൾ പറയും മുമ്പോട്ട് വരണം, അത് കഴിയുമ്പം പറയും വെള്ളത്തിലിറങ്ങണം. ഇതെല്ലാം ആദ്യം എന്നാ പറയാൻ? ഇതൊക്കെ ഞങ്ങളോട് ചോദിച്ച കാര്യങ്ങളായി പറയുന്നത്. അത് കഴിയുമ്പം പറയും സഭായോഗത്തിന് വരണം, അത് കഴിയുമ്പോൾ പറയും കൂട്ടായ്മയ്ക്ക് വരണം, അത് കഴിയുമ്പോൾ പറയും വീട്ടിൽ യോഗം വെക്കണം, അത് കഴിയുമ്പോൾ പറയും സ്വത്രാഴ്ച ഇടണം. എന്നാൽ ഇതൊക്കെ നേരത്തെ പറയണ്ടേ? സ്വത്രം. അതുകൊണ്ട് അറിയായ്മയുടെ കാലം അതിൽ തന്നെ ജീവിച്ച് അതിൽ തന്നെ മരിച്ച സുഖമല്ലേ? ഈ അറിയാൻ പോയതല്ലേ ഇപ്പോൾ ഈ കുഴപ്പത്തിനെല്ലാം കാരണം. സ്വത്രം. അപ്പം അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയായ്മയുടെ കാലത്ത് തന്നെ തുടരുന്നവർ ഭാഗ്യവാന്മാർ എന്നാണോ? അല്ല. മാനസാന്തരപ്പെടുകയാണെങ്കിൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഡിലീറ്റ് ചെയ്ത് കളയുമെന്നാണ്. ഇതെല്ലാം വിശദീകരിക്കാം, സമയം ഇച്ചിരി പോകുമെന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ഓരോന്നും അക്കമിട്ട് പറയാം. വേദോസ്തത്തിൽ നല്ല പരിചയമുള്ളവർ ഇച്ചിരി ബോറടിക്കും. ഞാൻ പരിചയമുള്ളവരോടല്ല പ്രസംഗിക്കുന്നത്, പരിചയമില്ലാത്തവരോടാണ് പ്രസംഗിക്കുന്നത്. ഞാൻ വായിച്ചിട്ടൊക്കെ ഉള്ളത് അങ്ങനെയാണ്. 100 പേരിരിക്കുന്ന യോഗത്തിൽ ഒരാൾക്ക് മനസ്സിലാകുകയില്ല, വേണ്ടത്ര പിടിയില്ലെങ്കിൽ അയാൾക്കാണ് മനസ്സിലാകേണ്ടത്. ബാക്കി 99 പേര് ഇച്ചിരി നേരം ഉറങ്ങിക്കോട്ടെ, ആർക്കാ കുഴപ്പം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക. അറിയായ്മയുടെ കാലം, അജ്ഞത, അത് ഒരു രക്ഷപ്പെടാനുള്ള മാർഗമാണോ? അതൊരു ഒഴികഴിവാണോ? അതൊരു ഊന്നുവടിയാണോ? അതേ പിടിച്ച് രക്ഷപ്പെടാവോ? പറ്റുകയില്ല. വായിക്കാം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യവും നിർത്തിയേ വായിക്കാം. ഞാൻ ഇപ്പോൾ വായിച്ചതുപോലെ ഒട്ടും നിർത്തി വെക്കണ്ട. കർത്താവായ യേശു അങ്ങനെ തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ. മതി, എത്ര നന്നായിട്ട് വായിച്ചു. അങ്ങനെ വേണം. ഗോഡ് ബ്ലസ് യു. അവിടെ നിങ്ങൾ വിഷയം കേട്ടായിരുന്നോ?
അറിയാത്തവർക്കും ശിക്ഷയുണ്ടെന്ന് അവിടെ വായിച്ചായിരുന്നു, കേട്ടായിരുന്നു? ഒന്നുകൂടെ വായിച്ചോ. കർത്താവായ യേശു ആ. തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജനായി ദൈവത്തെ അറിയാത്തവർക്കും ആ നമ്മുടെ കർത്താവായ യേശുവെ ആ. സുവിശേഷം അനുസരിക്കാത്തവർക്കും അറിയാത്തവർക്കും അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ ഇത് ഭയങ്കര അനീതിയല്ലേ? അറിയാത്തവർക്കും അനുസരിക്കാത്തവർക്കും ഒരേ ശിക്ഷ. എപ്പോ? യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ. പ്രിയപ്പെട്ടവരെ, അവിടെ തന്നെ സമയം കുറേ എടുക്കണം. ദൈവം നീതിമാനാണ്. അറിയാത്തവരെന്നൊരു കൂട്ടർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞവരെ ദൈവം വീട്ടിൽ കിടത്തുകയില്ല. ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? അറിഞ്ഞവർക്ക് ദൈവം സൗകര്യം കൊടുക്കുകയില്ല. അതുകൊണ്ടല്ലേ ഈ യോഗമൊക്കെ വെച്ചേ. ഈ നാട്ടിലെ ജോലി പോലെയല്ല ഗൾഫിലെ ജോലി. ആർക്കും ഒട്ടും നേരെയില്ല. ഇതിനിടയിൽ എങ്ങനെ ഈ ക്യാമ്പിലൊക്കെ പോണേ? ആരെന്നെ കൊടുത്തിട്ടാണ് എൻ്റെ ചോദ്യം. അറിഞ്ഞവർക്ക് ദൈവം സൗകര്യം കൊടുക്കുകയില്ല. പോയി അറിയിക്കുക. എവിടെ? എല്ലായിടത്തും. കണ്ട തെരുക്കോണുകളിലും വഴിയിലും മലയിലും കാട്ടിലും ആശുപത്രിയിലും ജയിലിലും ക്യാമ്പിലും ഒക്കെ പോകാൻ തമ്പുരാനാ പറഞ്ഞു വിട്ടെ. ആരാ ചെലവ് തരുന്നത്? ദൈവം നേരിട്ട് തരിക. എന്തിനാ? അറിഞ്ഞില്ലെന്ന് ആരും പറയരുത്. അറിയാത്തവർക്കും അടിയുറപ്പാ. അപ്പൊ അറിഞ്ഞില്ലെന്ന് പറയാതിരിക്കാനാണ് എന്നെ ഇതേൽപ്പിച്ചിരിക്കുന്നത്, നമ്മളെ ഇതേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്ന ആളുകൾ എല്ലാവരും സ്ഥാനപ്പെട്ടില്ലെന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട. അറിയിച്ചാൽ തമ്പുരാന്റെ ജോലി കുറഞ്ഞു. അറിയിച്ചാ മതി. എന്തിനാ? അറിഞ്ഞില്ലെന്ന് ആരും പറയരുത്. സ്തോത്രം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാനുള്ള ദിവസം നിശ്ചയിച്ചിരിക്കുക. അതിനു മുമ്പ് അറിയിച്ചേക്കണം. എന്തറിയിക്കണം? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു എന്ന കാര്യം എല്ലാവരെയും അറിയിക്കണം. വേഗത്തിൽ അറിയിക്കണം. അതിനൊരു ഉദാഹരണമാണ് രാജപുത്രന്റെ കല്യാണം. മത്തായി 22 എടുക്കണ്ട, മനസ്സിൽ കുറിച്ചോ അല്ലെ കടലാസെ കുറിച്ചോ. രാജപുത്രന്റെ കല്യാണം, രാജാവിൻ്റെ മകൻ്റെ കല്യാണം. 5 ട്രിപ്പാ ക്ഷണം. 5 ട്രിപ്പായിട്ടാണ് ക്ഷണിക്കുന്നത്. ഫോണിൽ കൂടെ വിളിക്കുകയല്ല, SMS അയക്കുകയല്ല, നേരിട്ട് പോയി വിളിക്കുക. ആദ്യം ഒന്ന് വിളിച്ചു, അത് കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ദാസന്മാരെ വിട്ടു വിളിച്ചു, അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചു. ആരും വരുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും വണ്ടിയും കൊടുത്തു വിട്ടു. ഇങ്ങനെ എല്ലാവരെയും പോയി വിളിച്ച് നിർബന്ധിച്ച് ചിലരെ ചെന്ന് കൊണ്ടുവന്നു. എന്തിനാ? അറിഞ്ഞില്ലെന്നാരും പറയരുത്. പ്രിയപ്പെട്ടവരെ, ദൈവം നീതിമാനാണ്. സുവിശേഷം അറിയാത്തവരെ ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ടെലിവിഷൻ എന്ന മാധ്യമം ദൈവം അതിനുവേണ്ടിയാണ് കണ്ടുപിടിച്ചത്. പ്രിന്റിംഗ് മെഷീൻ കണ്ടുപിടിച്ചത് അതിനുവേണ്ടിയാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അതിനുവേണ്ടി തന്നെയാണ്. അതിനകത്തൂടെ ഫേസ്ബുക്കോ വല്ലതുമൊക്കെ കുറേയൊക്കെ ആളുകൾ കളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സുവിശേഷം വേഗത്തിലായി തന്നെ. ഞങ്ങൾ ആയുസി കണ്ടിട്ടില്ലാത്ത ഒരു ഫാമിലി ഇന്ന് ടെലിഫോൺ വിളിച്ച് ഞാൻ താമസിക്കുന്നിടത്ത് വന്നു. 1 കൊല്ലമായിട്ട് ഇൻ്റർനെറ്റിൽ കൂടെ ബൈബിൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുക അവർ. അങ്ങനെ അവർ കാണുന്നുണ്ട്. കൊച്ചു പിള്ളേർ തന്നെ എന്നെ കണ്ടപ്പോഴേ സൂക്ഷിച്ച് നോക്കുക. അവർ പറഞ്ഞ് പിള്ളേർക്ക് ഭാഷ അറിയാവുന്ന പറഞ്ഞു. സ്തോത്രം. yourlivingmanna.com നിങ്ങൾ അതിൽ പോയാൽ നിങ്ങൾക്കൊരു 10-300 മെസ്സേജ് കിട്ടും. അതിൽ കിടപ്പുണ്ട്, ക്ലാസ് ഉണ്ട്, പഠിക്കാം. അടുത്ത ദിവസം ഇനിയൊരു ബുക്കും കൂടെ വരും, റോമാലേഖനം മുഴുവൻ വരും, നിങ്ങൾക്ക് പഠിക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പഠിക്കണം എന്ത് ചിലവാ. പുസ്തകം മേടിക്കണം, വണ്ടിക്കൂലി മുടക്കണം, യോഗത്തിന് പോകണം. ഇത് വീട്ടിലിരുന്നാൽ മതി, ഓഫീസിലിരുന്നാൽ മതി, പഠിക്കാം. എന്തിനാണെന്നറിയോ? അറിഞ്ഞില്ലെന്ന് ആരും പറയരുത്. ദൈവം നീതിമാനാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന ഏത് കാര്യം ഓർത്തോ, എല്ലാം സുവിശേഷത്തിന് വേണ്ടിയാണ്. ഇന്ന് എല്ലാത്തിനും സ്പീഡ് കൂടിയല്ലോ. സ്പീഡ് കൂട്ടി എന്തിനാണെന്ന് ചോദിച്ചാൽ സുവിശേഷം വേഗത്തിൽ എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടിയാണ്. എല്ലാ സൗകര്യങ്ങളും അതിനു വേണ്ടിയാണ്, എല്ലാ സാധ്യതകളും അതിനു വേണ്ടിയാണ്. അതിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നവർ നിരാശപ്പെടരുത്. സുവിശേഷം അറിയിക്കാത്തവർ കുറ്റബോധമുള്ളവരായി ഇന്ന് വീട്ടിലേക്ക് പോകണം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ചിലർക്ക് ഒരു കഷ്ടവുമില്ല. നിങ്ങളുടെ
ഡയറിയിലോ കടലാസിലോ അങ്ങനെ എഴുതിയിട്ടോണം, സുവിശേഷം അറിഞ്ഞവർ സുവിശേഷം അറിയിക്കാതിരുന്നാൽ സുവിശേഷം അറിയാത്തവർ എങ്ങനെ രക്ഷിക്കപ്പെടും? സുവിശേഷം അറിഞ്ഞവരുടെ ജോലിയാണ് സുവിശേഷം അറിയിക്കാനുള്ളത്. എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്തും സുവിശേഷം എല്ലാവരെയും അറിയിക്കണം. കാരണം അറിയാത്തവർക്കും ന്യായവിധിയുണ്ട്. നിന്റെ അയൽവക്കത്തുള്ളവൻ അത് അറിഞ്ഞില്ലെങ്കിൽ ദൈവം നിന്നോട് ചോദിക്കും. നിന്റെ ദേശത്തുള്ളവൻ അറിഞ്ഞില്ലെങ്കിൽ ദൈവം നിന്നോട് ചോദിക്കും. ഈ ഭാരം ഉള്ള സഹോദരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭാരം ഏറ്റെടുത്ത സഹോദരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. ശ്വാസമുണ്ടെങ്കിൽ സുവിശേഷം അറിയിക്കുന്നവരായിരിക്കണം. ജീവനുണ്ടെങ്കിൽ സുവിശേഷം അറിയിക്കുന്നവരായിരിക്കണം. അപ്പോൾ നമ്മുടെ വിഷയം അറിയാത്തവർക്ക്. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്ക്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, അപ്പോൾ അറിയാത്തവർക്കും അനുസരിക്കാത്തവർക്കും ശിക്ഷയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു പറയാം. ദൈവം അറിയാനുള്ള വഴി വെച്ചിട്ടുണ്ട്. നീ പോയി അറിഞ്ഞോണം. ഞാനൊന്ന് മറുവശം ഒന്ന് ചോദിച്ചോട്ടെ. നമ്മളെല്ലാം മലയാളികളാണല്ലോ. ഇന്ത്യയുടെ നിയമം, ഭരണഘടന അറിയാവുന്ന എത്ര പേരുണ്ട്? ഇന്നിവിടെ വന്നിരിക്കുന്നതിൽ 5% കാണത്തുള്ളത് അറിയാവുന്നവർ. പോട്ടെ, ഞാൻ കൂട്ടി വെച്ചേക്കാം 10%. അതിക്കുള്ള ആളുകൾ പഠിക്കുന്നില്ല. കാരണം നമ്മളെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ നിയമം ലംഘിച്ചാലോ ശിക്ഷ ഉറപ്പാ. സാറേ ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ. നീ എന്നാ പഠിക്കാൻ? ഞാൻ നീ പഠിച്ചോണം. സ്വന്തം ഒരു ചെറുപ്പക്കാരനെ പോലീസ് വഴിക്ക് വെച്ച് വണ്ടിക്ക് കൈ അടിച്ച് നിർത്തി. മോട്ടോർ സൈക്കിളെ വരിക, ലൈസൻസ് കാണിക്കാൻ പറഞ്ഞു. അവൻ ചോദിച്ചു, ലൈസൻസോ? അതെന്നാ? എടോ, ഈ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കാണിക്കാനാണ് പറഞ്ഞു. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കുക, ഞാൻ ഈ താക്കോലങ്ങ് തരാം, ഞാൻ ഓടിക്കുന്നത് സാറിനൊന്ന് ഓടിക്കാമോ? പുള്ളിക്ക് മനസ്സിലായി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ ജീപ്പേ കയറ്റി ഞാൻ കൊണ്ടുപോയി, ഇത്രേ ഉള്ളൂ കാര്യം. അവൻ നന്നായിട്ട് വണ്ടി ഓടിക്കും, പക്ഷെ അവൻ ലൈസൻസ് ഇല്ല. അവൻ പറയുന്നത് ലൈസൻസ് എന്നൊരു സംഗതി പോലും ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ ഇനി നിന്നെ കേൾപ്പിച്ചിട്ട് വെറുതെ വിടാമെന്നാണോ പറയുന്നത്? അല്ല, നീ ശിക്ഷ മേടിച്ചേ പറ്റൂ. സ്തോത്രം. 100 ഉദാഹരണം പറയാം. പുതുതായിട്ട് വന്നവർക്ക് വേണ്ടി പറയുക. ഈ ജനന മരണ വിവരങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്ന് നിയമമില്ലേ? ഉണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ഗ്രാമപ്രദേശത്ത് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ അപ്പം മരിച്ചുപോയി. അവനത് അറിയിക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞ് അവനൊരു ആവശ്യം വന്നപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അപ്പം ആളുകൾ പറഞ്ഞു ഇനി ഓഫീസിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അയാളുടെ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിൻ്റെ അപ്പം മരിച്ചത് നീ ഇവിടെ അറിയിച്ചായിരുന്നു? അവൻ തിരിച്ചു ചോദിക്കുക, സാറിൻ്റെ അപ്പം മരിച്ചിട്ട് എന്നെ അറിയിച്ചായിരുന്നു? അതുകൊണ്ട് വല്ല വിഷയം തീരുമോ? അപ്പം അറിയില്ലെന്ന് ഓർത്ത് രക്ഷപ്പെടുമെന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല. ഭൂമിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും അജ്ഞത ഒരു ഒഴികഴിവല്ല. സമ്മതിച്ചോ? ഭൂമിയിൽ ഒരു സർക്കാരിൻ്റെ മുമ്പിലും അജ്ഞതയൊരു ഒഴികഴിവല്ല. അത്ര മനസ്സിലായോ? സ്വർഗത്തിൽ ദൈവം എത്ര നീതിമാനാ. ദൈവം എത്ര കൊല്ലമായിട്ടാണ് ഇത് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടന. ഇന്ന് ഞാൻ ഈ 3 ദിവസത്തെ യോഗത്തിൽ പറഞ്ഞു ബൈബിൾ ഇല്ലാത്തവർക്ക് ഇവിടെ ബൈബിൾ തരാമെന്ന്. അതെങ്ങനെയാ? തമ്പുരാൻ്റെ ചെലവിലാന്ന് ഇതല്ല. നീ നിയമം അറിയ്. ഇത് വെച്ചാ വിധിക്കുന്നേ. ന്യായവിധി ദിവസത്തിൽ ആ കോർട്ടിൽ ഇത് ഉണ്ടാവും. ഇപ്പൊ അതൊന്ന് വായിച്ചു പഠിച്ചാൽ ഇതനുസരിച്ച് ജീവിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഗവൺമെന്റ് ഭരണഘടന ഫ്രീ ആയിട്ട് അടിച്ചു തരുമോ? ഇത് ദൈവം തമ്പുരാൻ ഇത് വളരെ ഡിസ്കൗണ്ടിൽ തരിക. പൈസ ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ടും തരിക. എന്തിനാ? ന്യായവിധിക്ക്. ഇതൊക്കെ വലിയ സുഖാന്തം ഓർത്തിരിക്കുക. സ്ലിം ബൈബിളുണ്ട്. വളരെ സൂക്ഷിക്കണം. ഇത്രയും കാലം കുറച്ച് കിട്ടിയിട്ട് നീ പഠിച്ചില്ലല്ലോ. അറിയാത്തവർക്ക് ശിക്ഷ. അപ്പോൾ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു ഒഴികഴിവായിട്ട്, ഒരു ആനുകൂല്യമായിട്ട് ഒരു കോടതിയും അംഗീകരിക്കുകയില്ല.
ഒരു ഗവൺമെൻറ്റും അംഗീകരിക്കുകയില്ല. നേരെ മറിച്ച് അറിവില്ലായ്മ ഒരു കുറ്റമായിട്ടാണ് എടുത്തിരിക്കുന്നത്. നീ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? നീ അത് അറിയേണ്ടതായിരുന്നു. ദൈവം നീതിമാനാണ്. ദൈവം തൻ്റെ പ്രമാണങ്ങളെ കാലാകാലങ്ങളിൽ പാവപ്പെട്ട മനുഷ്യനെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിന്? അവനെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കാൻ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നീതിമാനായ ദൈവം, കാരുണ്യവാനായ ദൈവം, മനസ്സലിവുള്ള ദൈവം തൻ്റെ മഹാകരുണയാൽ തൻ്റെ നിയമം താങ്കളെ അറിയിക്കാനാ ഈ യോഗം വെച്ചത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം നീതിമാനായതുകൊണ്ടും കാരുണ്യവാനായതുകൊണ്ടും സ്നേഹവാനായതുകൊണ്ടും തൻ്റെ നിയമങ്ങളെ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയാതിരിക്കാൻ, നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ യോഗവും ഈ പരിപാടിയും ഇവിടെ അറേഞ്ച് ചെയ്തത്. ഇതെല്ലായിടത്തും ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുക. ദൈവം തന്നെ ദാസന്മാരെ വിട്ട് ലോകം മുഴുവൻ ഈ മെസ്സേജ് അറിയിച്ചുകൊണ്ടിരിക്കുക. ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര നീതിമാനാണ്. കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. സ്തോത്രം. അപ്പോൾ അറിവില്ലായ്മ ഒരു ആനുകൂല്യമല്ല, പ്രത്യുത അതൊരു കുറ്റമാണ്. എന്നാൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ തിരിച്ചു വരുന്നു. അപ്പോസ്തല പ്രവൃത്തി 17. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. എന്തുകൊണ്ട്? മാനസാന്തരപ്പെടുകയാണെങ്കിൽ. സ്തോത്രം. അപ്പോ അജ്ഞതയുടെ കാലം ഒരു കാലമാണ്. എല്ലാ മനുഷ്യർക്കും ഒരു അജ്ഞതയുടെ കാലമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരു അജ്ഞതയുടെ കാലമുണ്ട്. ബാല്യകാലം അജ്ഞതയുടെ കാലമാണ്. യൗവനകാലവും അജ്ഞതയുടെ കാലമാണ്. പക്ഷേ സമ്മതിക്കുകയില്ല. കുറച്ചുകൂടെ പ്രായമാകുമ്പോഴേ അത് സമ്മതിക്കുകയുള്ളൂ. അറിവില്ലായ്മയുടെ കാലങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇവിടുത്തെ അറിവില്ലായ്മ ആധ്യാത്മിക വിഷയത്തിലെ അറിവില്ലായ്മയാണ്. 5 വയസ്സുള്ള കുട്ടിക്ക് അറിവില്ലായ്മയുണ്ട്. അത് റോഡ് നിയമങ്ങൾ അറിയില്ല, കറണ്ടിനെ കുറിച്ച് അറിയില്ല, കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയില്ല, തീയെക്കുറിച്ച് അറിയില്ല, വെള്ളത്തിൻ്റെ ആഴം അറിഞ്ഞുകൂടാ, വീഴാതെ നടക്കാൻ അറിഞ്ഞുകൂടാ, പേരൻസ് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ വഴി അറിയില്ല. ഇങ്ങനെ അറിവില്ലായ്മയുണ്ട്. അത് കഴിഞ്ഞ് ഇച്ചിലൂടെ കയറി 10 വയസ്സായി 15 വയസ്സായി പല കാര്യങ്ങളും അറിയാം, എന്നാലും പല കാര്യങ്ങൾ അറിയില്ല. കഴിഞ്ഞ് 18ആയി 20ആയി കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം, ഒരു നല്ല അറിവായി. പക്ഷേ പല അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയായ്മയുണ്ട്. അറിഞ്ഞതിൽ കൂടുതൽ അറിവില്ലായ്മയുണ്ട്. കുറച്ചുകൂടെ വയസ്സായി, അപ്പോൾ ഒരുവിധ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നാൽ ആത്മീയ കാര്യങ്ങൾ അറിയുവാൻ പ്രായം മാത്രം പോരാ. ആത്മീക കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ എങ്ങനെ അറിയാം? എവിടുന്ന് അറിയാം? നിങ്ങൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്നു. 3-ാമത്തെ വയസ്സ് മുതൽ പുസ്തകത്തിനകത്തോട്ട് കൊച്ചുങ്ങളെ നമ്മൾ ഇറക്കും. ഇപ്പം ഈ തോളെ കൂടെ ഇടുന്ന ഒരു ബാഗ് ഇറങ്ങിയിട്ടുണ്ട്, സൗകര്യ. കൊച്ചുങ്ങളെ പുറത്തോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നു പിള്ളേർക്കെല്ലാം കൂനി പിടിച്ചെന്ന് ഈ ബാഗ് ഇറങ്ങിയ പിന്നെ. ഇപ്പോൾ ഒരു മാറ്റം വരുത്തി തുടങ്ങിയെന്ന് തോന്നുന്നു. ഭയങ്കര ലോഡാണ് ചുമന്നുകൊണ്ടിരുന്നത്. ഇപ്പം എന്തൊക്കെയോ വിദ്യാഭ്യാസ വിദഗ്ധന്മാരെ മാറ്റം വരുത്തുന്ന കാര്യം ഗൗരവമായിട്ട് പഠിക്കുന്നുണ്ട്. നല്ല നല്ല സ്കൂളുകളിലൊക്കെ ഇപ്പോൾ പുസ്തകം സ്കൂളിൽ തന്നെ സൂക്ഷിക്കുക. ഇങ്ങനെ ഈ 3-ാമത്തെ വയസ്സിൽ തുടങ്ങുന്ന പുസ്തകം ചുമട് ജീവിതകാലം മുഴുവൻ ചുമക്കും. പക്ഷെ ഇതിനകത്തൊന്നും വേണ്ടപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ അതെല്ലാം നമ്മൾ പഠിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ആധ്യാത്മികവും നിത്യതയെ ബാധിക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് തരുന്ന പുസ്തകം ഏതുണ്ട്? ശ്രദ്ധിക്കണേ, നമ്മുടെ സമയം ഓടിപ്പോവുക. ആധ്യാത്മികവും നിത്യതയെ ബാധിക്കുന്നതുമായ കാര്യങ്ങൾ ആധികാരികമായി പഠിപ്പിക്കുന്ന പുസ്തകം ഏതുണ്ട്? ജീവനുള്ള ദൈവത്തെപ്പറ്റി ആധികാരികമായി പറയുന്ന പുസ്തകം ഏതുണ്ട്? വിശ്വസിക്കാൻ കൊള്ളാവുന്നതും യുക്തിക്ക് അംഗീകരിക്കാൻ കൊള്ളാവുന്നതും
മനുഷ്യർ തെളിയിച്ചിട്ടുള്ളതുമായ ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന പുസ്തകം ഏതുണ്ട്? ഏതെങ്കിലും ഒരു മതത്തിന്റെ കാര്യമല്ല ഞങ്ങൾ പറയുന്നത്. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ഞാൻ അഭിമാനത്തോടെ പറയാം. ഇത് ലോകം മുഴുവൻ ആളുകൾ വായിക്കുന്ന പുസ്തകം, ഏറ്റവും അധികം ഭാഷയിൽ തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം, ഏറ്റവും കൂടുതൽ പ്രസംഗ പീഠത്തിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന പുസ്തകം, ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പുസ്തകം, ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ച പുസ്തകം, ഏറ്റവും വില കൂടിയ പുസ്തകം, ഏറ്റവും വില കുറഞ്ഞ പുസ്തകം, എല്ലാം ഈ ഒരൊറ്റ പുസ്തകം. നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ പുസ്തകം എന്നാ. അല്ല, എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ വായിക്കുന്നത് അന്യമതസ്ഥരാണ്. ഭയഭക്തിയോടുകൂടെ വായിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. ഒരു വീട്ടിൽ ഒരു ബൈബിൾ എന്ന പദ്ധതിയുമായി ഒരു ടീം കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരിങ്ങനെ കോഴിക്കോട് തൊട്ട് പ്രവർത്തിച്ച് ഞങ്ങളുടെ ആ ഭാഗത്ത് വന്നു. ഞങ്ങളുടെ ഭാഗത്തുള്ള വീടുകളിലെല്ലാം ബൈബിൾ ഇല്ലാത്ത വീടുകൾ, ഫുൾ ബൈബിളാണ്, ന്യൂ ടെസ്റ്റ്മെന്റില്ല, ഫുൾ ബൈബിളാണ്. ഒരു ടീം അവരതിൻ്റെ ഫണ്ട് കളക്ട് ചെയ്തിട്ട് അവർ ചെയ്യുക. അവർ അക്രൈസ്തവരുടെ വീട്ടിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് ഒരു ഫുൾ ബൈബിൾ അങ്ങ് കൊടുക്കുക, ഒരു ഗിഫ്റ്റായിട്ട്. അവർ പറഞ്ഞത്, വീട്ടുകാർ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. സാറേ 1 മിനിറ്റ് നിൽക്കണം എന്ന് പറഞ്ഞ് അകത്ത് പോയി കൈ കഴുകി തുടച്ചിട്ട് വന്ന ആ ബൈബിൾ മേടിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ആഗ്രഹിച്ച ഒരു കാര്യമായത്. എന്താണെന്നറിയോ? നമ്മൾ ഈ കൊടുക്കുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ ആണെന്ന് അവർക്ക് അറിയില്ല. ഈ വലിപ്പവും നിറമൊക്കെ കൂടെ കാണുമ്പോൾ ആ ബഹുമാനം വരുന്നത്. എന്തെങ്കിലും ആട്ടെ, ആ ടീമിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയ വചനമാണ്. അറിയായ്മകളെ മാറ്റുന്ന, നിത്യവെളിച്ചം തരുന്ന ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ബൈബിൾ കൊണ്ടുവരാത്തവർക്ക് നിരാശയൊന്നും വരരുത്. ബൈബിൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ കഴുത്തലി വള്ളി കെട്ടിയ സഹോദരന്മാരോട് പറയണം, അവർ വെറുതെ കെട്ടിയതല്ല, നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണെന്നാണ് ഈ വള്ളിയുടെ അർത്ഥം. സ്തോത്രം. ഒരു ബൈബിൾ നിങ്ങൾ സ്വന്തമാക്കണം. ഇന്ന് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ വെച്ചേരും, നാളെ മനസ്സിലായിക്കോളും. ജീവിതത്തിൻ്റെ ചില പ്രത്യേക സന്ദർഭത്തിൽ നീ തുറക്കുമ്പോൾ നിൻ്റെ ചോദ്യത്തിന് ഉത്തരം ഇതിനകത്തുനിന്ന് നിനക്ക് കിട്ടും. അമ്മ സംസാരിക്കുന്നതിനേക്കാൾ മാധുര്യമായിട്ട് ഈ പുസ്തകം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൻ ഉപദേശിക്കുന്നതിനേക്കാൾ ഡീപ്പായിട്ട് ഈ പുസ്തകം എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. സ്വന്തം സ്നേഹിതൻ എന്നോട് വർത്തമാനം പറയുന്നത് പോലെ എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ വചനം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു തൊഴിലെന്ന നിലയിലല്ല ഞാനിത് ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തെ സ്പർശിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. അറിയായ്മയിൽ കഴിയുന്ന ആളുകൾക്ക് വെളിവ് കൊടുക്കാൻ, രൂപാന്തരം കൊടുക്കാൻ, ജ്ഞാനം കൊടുക്കാൻ, പരിജ്ഞാനം കൊടുക്കാൻ, വെളിപ്പാട് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ വചനവുമായി ദൈവത്തിൻ്റെ ദാസന്മാരെ ലോകം മുഴുവൻ അയക്കുന്നു. അങ്ങനെ സെയിന്റ് പോൾ എന്നറിയപ്പെടുന്ന പൗലോസ് ശ്ലീഹ എന്ന ദൈവദാസൻ സുവിശേഷ പ്രസംഗത്തിനായിട്ട് ഏഥൻസ് എന്ന സ്ഥലത്ത് പോയി. അന്ന് ആ സ്ഥലത്തിൻ്റെ പേര് അഥേന എന്നാണ്. അവിടെ ചെന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും ബുദ്ധിജീവികൾ താമസിക്കുന്ന സ്ഥലമാണതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തത്വജ്ഞാന ഫിലോസഫേഴ്സിനാണ് ആ നാട്. അവിടെ ചെന്നപ്പോൾ തനിക്ക് ആ സ്ഥലമൊക്കെ നടന്ന് നോക്കാൻ നോക്കിയപ്പോൾ തൻ്റെ ഹൃദയം തകർന്നു പോയി. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ താമസിക്കുന്നിടത്ത് ബുദ്ധികേട് കൊണ്ട് നിറഞ്ഞിരിക്കുക. സ്തോത്രം. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വന്നു. അവരോട് 2 വർത്താനം പറയണമെന്ന് തീരുമാനിച്ചു. 2 വർത്താനം എന്ന് പറഞ്ഞാൽ വല്ല വർത്താനമല്ല, സുവിശേഷം. അതിന് വലിയ പന്തലും വേണ്ട, ഓഡിറ്റോറിയം വേണ്ട, ഒന്നും വേണ്ട. കിട്ടുന്നിടത്ത് വെച്ച് അങ്ങ് പറയുന്ന ഈ സുവിശേഷം.
പിന്നെ എല്ലാവരെയും കൂടെ കൂട്ടിയിരുത്തി പറയാൻ ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, അതിനായി ഈ ക്രമീകരണം ചെയ്തത്. ഒരാളെ കിട്ടിയാലും പറയും, 10 പേരെ കിട്ടിയാലും പറയും, പറഞ്ഞേ പറ്റൂ. പൗലോസ് അവരോട് പറയാൻ തുടങ്ങിയപ്പോൾ ബുദ്ധിമാന്മാർ അടുത്തു വന്നു. അടുത്ത് വന്നേച്ച് ഉപദേശിയെ പറ്റി അവർ പറഞ്ഞെന്നാണെന്നറിയോ? വിടുവായൻ. ഒരു വിടുവായൻ എങ്ങാണ്ട് വന്നിട്ടുണ്ട്, അവൻ എന്നാ പറയുന്നത് നോക്കാം എന്ന് പറഞ്ഞു. ഈ ഉപദേശിമാരെ ആദ്യം മിക്കവാറും ഇങ്ങനെയാണ് വിളിക്കുന്നത്, ആദ്യം. എന്നാൽ അത് കഴിഞ്ഞ് ഒടുവിൽ അത് മാറിയിട്ടുണ്ട്, എല്ലായിടത്തും മാറിയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ വിടുവാനെന്നൊക്കെ വിളിക്കും, ഒടുവിൽ ദൈവമാണ് നിങ്ങളെവിടെ അയച്ചതെന്ന് പറയും. കാരണം സത്യമല്ലേ ഈ പറയുന്നേ. പറഞ്ഞു തുടങ്ങുമ്പോൾ വിടുവായ എന്നൊക്കെ തോന്നും, ഒടുവിൽ വരുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതായിരുന്നു കേൾക്കേണ്ടത്, ഇത് ഇച്ചിരിയുടെ നേരത്തെ കേൾക്കേണ്ടതായിരുന്നു എന്ന ബോധം വരും. അങ്ങനെ പൗലോസ് പ്രസംഗിക്കുന്ന കാര്യം ഞാൻ ആ ചരിത്രം ഒന്ന് വായിച്ച് കേൾപ്പിച്ചേക്കാം. ഇത്രയും നേരം പറഞ്ഞ കാര്യം ഒറ്റ പ്രാവശ്യം വായിക്കുന്നുള്ളൂ, കേട്ടോണം. അത് കഴിയുമ്പോൾ വിഷയത്തിലോട്ട് പോകും. അധ്യായം 17 വാക്യം 16. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തരോടും ചന്തസ്ഥലത്തെ ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു. എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവനോട് വാദിച്ച്, ഈ വിടുവായൻ എന്തു പറയാൻ പോകുന്നു എന്ന് ചിലരും, അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവനെന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു. പിന്നെ അവനെ പിടിച്ച് അരയോപക കുന്നിന്മേൽ കൊണ്ടുചെന്ന്, നീ പ്രസ്താവിക്കുന്ന ഈ നവീനോപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്കറിയാമോ? നീ ചില അപൂർവങ്ങളെ ഞങ്ങളെ ചെവിയിൽ കടത്തുന്നുവല്ലോ, അത് എന്ത് എന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതേനരൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവനെ എന്ന് എടുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതിനെ തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. സ്തോത്രം. വലിയൊരു ചരിത്രമാണ്, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം. പൗലോസ് ഇങ്ങനെ വിടുവായനാണെന്നൊക്കെ അവർക്ക് തോന്നിയെങ്കിലും പറഞ്ഞു തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ കഴമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ വലിയ പണ്ഡിതന്മാർ, പ്രൊഫസേഴ്സ് ഒക്കെ സംസാരിക്കുന്ന സ്റ്റേഡിയത്തിലോട്ട് കൊണ്ടുപോയി, അരയോപക മധ്യേ. അതൊരു വലിയൊരു സംഭവമാണ്. അവിടേക്ക് കൊണ്ടുപോയി ലെക്ചർമാരും ഫിലോസഫേഴ്സും ഒക്കെ നിരന്നിരുന്ന് കേൾക്കുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മഹാജ്ഞാനികളുടെ മുമ്പിൽ ഭോഷത്വമായി തോന്നുന്ന സുവിശേഷവുമായി പൗലോസ് എഴുന്നേറ്റ് നിന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. പൗലോസ് എഴുന്നേറ്റ് നിന്നു, സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചു കൊണ്ടെന്ന് പ്രസംഗം കൺക്ലൂഡ് ചെയ്തപ്പോൾ പറഞ്ഞ വാചകമാണ്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആ ആഴം പിടികിട്ടിയോ? ഭൂമിയിലുള്ളവർക്ക് മുഴുവൻ അറിവ് പകർന്നു കൊടുക്കുന്ന പ്രൊഫസർമാരോട് പറയുക, നിങ്ങളുടെ അറിവില്ലായ്മയൊക്കെ ദൈവം ക്ഷമിക്കുമെന്ന്. പിടികിട്ടിയോ? ഇപ്പോൾ വിടുവായ ഒരാളത്ര മോശമല്ല. സ്തോത്രം. ഇപ്പം ആർക്കും അറിവില്ലാത്തത്? ഏത് വലിയ അറിവുള്ളവരും സുവിശേഷത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവൻ്റെ അറിവ് ഇത്രയേ ഉള്ളൂ. ബോധ്യം. എന്താ അങ്ങനെയൊക്കെ പറയുന്ന പാസ്റ്ററെ? എന്തറിവുണ്ടെങ്കിലും ജീവൻ പോയാൽ തീർന്നില്ലേ? ഇല്ലേ? ഒരു ഞരമ്പ് ബ്ലോക്കായാൽ പിന്നെ പറയുന്നത് വേറെ വല്ലതുമായിരിക്കും. സ്തോത്രം. വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറയുക വണ്ടി കിട്ടിയില്ലെന്ന്. ഒരു ഞരമ്പ് ചെറിയൊരു പരിക്ക് പറ്റിയതാണ്, വേറൊരു വിഷയമില്ല. വണ്ടിയിൽ നിന്നൊന്ന് വീണു, ഒരു ചതവ് പറ്റിയതാണ്. സ്തോത്രം. നമ്മളീ പറയുന്ന കഴിവൊന്നും നമുക്കില്ലെന്നേ. ഓർമ്മ പോയാൽ പോയില്ലേ? ഓർമ്മ പോയാൽ പോയില്ലേ? ഈ കസേരയിൽ നിന്ന് എഴുന്നേക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്നത് തമ്പുരാനാ. അല്ലേ? നമുക്കൊക്കെ അറിയാമല്ലോ. ഒരു മിന്നൽ വന്നെന്നാ പറയുന്നത്. ഇങ്ങനെ എത്ര മിന്നൽ വന്നിട്ട് നമ്മൾ കുഴപ്പമൊന്നും വരാതിരിക്കുക, തമ്പുരാൻ്റെ കൃപ കൊണ്ടാ. അപ്പം ഈ സുവിശേഷം അറിഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്കൊന്നും അറിയാൻ മേലെന്നുള്ള കാര്യം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നത്? സുവിശേഷത്തിൻ്റെ മുമ്പിൽ വരുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ദൈവമേ നമുക്ക് ഒന്നും അറിയാൻ മേലല്ലോ. സർവശക്തൻ്റെ ജ്ഞാനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ആരാ? നമുക്കെന്തോ അറിയാവുന്നേ? നമുക്കറിയാവുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
നിങ്ങൾ ഈ യാത്ര ചെയ്തൊക്കെ പോകുമ്പോൾ ബസ്സിലോ കാറിലോ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കണം, മനുഷ്യരുടെ മുഖം നോക്കണം. എല്ലാം ഡിഫറൻറ്റാ. ബോറടിക്കുമ്പോൾ അത് നോക്കി വെച്ചാൽ മതി. ഇങ്ങനെ എങ്ങനെ വെറൈറ്റി ഉണ്ടാക്കുന്നത്? ദൈവത്തെ കൊണ്ടേ പറ്റുള്ളൂ. ദൈവം തമ്പുരാനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതാ ദാവീദ് പറഞ്ഞത്, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്റെ പ്രവർത്തികൾ അത്ഭുതമാകുന്നു, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ, ഓ എന്നാ എഴുത്താ അതൊക്കെ. അതിന് വേദോസം വായിച്ചാലേ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. താങ്ക് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഈ പഠിത്തം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു മിനിമം 10ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരൊറ്റ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുകയുള്ളൂ. പിന്നെ PhD എടുത്തെന്ന് പറയുന്നത് ഒരു വിഷയത്തിലാണ്. അങ്ങനെ അതല്ലാതെ ഭൂമിയിൽ ഒന്നും അറിയത്തില്ല. അല്ല, നിങ്ങൾ ചോദിച്ചു നോക്ക്. പായലുണ്ടല്ലോ, പായലിനെ കുറിച്ച് PhD എടുത്ത ഒരാളോട് പഴുതാരെ കുറിച്ച് ചോദിച്ചാൽ പുള്ളിക്ക് തന്നെ അറിയാം. ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ കോർണർ ചെയ്യുക, പിന്നെ ആ ഒറ്റ സബ്ജക്റ്റിലേക്ക് പോവുക. ആള് നല്ല അറിവുള്ളവരോട് ചോദിച്ചാൽ പറയും, ഞാൻ ആ സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല. ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി, ഉദരസംബന്ധമായ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോയി. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഈ ഹോമിയോ മരുന്ന് ഇന്ന മരുന്ന് കഴിക്കുന്നുണ്ട്, ഞാൻ ഹോമിയോ പഠിച്ചിട്ടില്ല. ഒറ്റ വാക്കിൽ പുള്ളി ഉത്തരം പറഞ്ഞു. നമ്മളാണ് എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് പറയും, കാരണം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. ഹോമിയോയെ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്കറിയില്ല, ഞാനത് പഠിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അതാ അറിവുള്ളവരുടെ ലക്ഷണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാധാരണ 10 പേര് ഇരിക്കുന്നിടത്ത് വർത്താനം പറഞ്ഞു നോക്കി ഹോമിയോയെ കുറിച്ച്, അവരെന്തെല്ലാം കാര്യം ഇങ്ങോട്ട് പറയുന്നറിയോ? കാരണം എന്നാ, അവരിത് പഠിച്ചിട്ടില്ല, അതതിൻ്റെ കാര്യം. ഇപ്പം നമുക്കൊരു ചെറിയ അസുഖം വന്നാൽ ഇരിക്കുന്നവരെല്ലാം ഡോക്ടർമാരാവും. കാരണം എന്നാ, അവർ ഈ വിഷയം പഠിക്കാത്തതുകൊണ്ടാ. അതിനകത്തൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ പുള്ളി മിണ്ടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നടന്ന സംഭവം പറയാം. ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ കളിക്കുന്നതിനിടയിൽ, ഒരു ക്രിക്കറ്റ് കളിക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ വീണ് അവൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടി. അപ്പോൾ അവനെ ധൃതി പിടിച്ച് ജീപ്പേ കയറ്റി കൊണ്ടുപോകാൻ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ 2-3 പിള്ളേർ ആ കൂടെ ചാടി കയറുക. അപ്പോൾ ആ തൊട്ടടുത്ത വീട്ടിലെ ഒരു മനുഷ്യൻ പറഞ്ഞു, മോനെ ഒരാളിഞ്ഞ് മാറി, ഞാൻ കയറാം. സാറെന്തിനാ കയറുന്നേ? ഞാൻ സ്പോർട്സിൽ കോച്ചിങ് കഴിഞ്ഞ ആളാ. ഇവനോട് വർത്താനം പറഞ്ഞിട്ട് രക്ഷയില്ലല്ലോ. അയാൾ പിന്നെ ജീപ്പിൻ്റെ പുറകിൽ കയറി. അവിടെ ചെന്നപ്പോൾ അയാൾ ആരാ? അയാൾ ഓർത്തോയിൽ സ്പെഷ്യലിസ്റ്റാണ്. അതുകൊണ്ട് അയാൾ കയറാമെന്ന് പറഞ്ഞു. ഇവൻ സ്പോർട്സിൻ്റെ കോച്ചിങ് കഴിഞ്ഞാന്ന് പോരെ. സ്തോത്രം. പൗലോസ് അവരുടെ കണ്ണ് തുറപ്പിച്ചു. നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ആ പ്രസംഗം നിർത്തിയത്. ഞാൻ ഭയത്തോടെ പറയുക, യഥാർത്ഥ സുവിശേഷം ഒരുത്തൻ്റെ അകത്ത് കത്തിയാൽ അവൻ പറയും, എൻ്റെ ദൈവമേ എനിക്കൊന്നും അറിയില്ല, എൻ്റെ ദൈവമേ എനിക്കൊന്നും അറിയില്ല. സ്തോത്രം. അങ്ങനെ പറയുന്നുണ്ടല്ലോ ദാവീദ്, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ വെളിപ്പാടകത്ത് വന്നാൽ, ബൈബിളിന്റെ ശരിയായ രൂപം അകത്ത് തെളിഞ്ഞാൽ, അവൻ മുട്ടുകുത്തിക്കൊണ്ട് പറയും, എൻ്റെ ദൈവമേ ഞാനൊരു പൊട്ടൻ, നീ എത്ര വലിയ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആ കാര്യം അംഗീകരിക്കുന്നവർ, ഈ പറഞ്ഞ കാര്യം നന്നായി അംഗീകരിക്കുന്നവർ കൈ ഉയർത്തി ഉറക്ക ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. പൗലോസ് അവരോട് അവരുടെ അറിവില്ലായ്മയെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇനിയുള്ള സമയം നമ്മൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് കാണാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഒരു ധ്യാനത്തിൽ, വ്യക്തിപരമായ ധ്യാനത്തിൽ കണ്ട 5 കാര്യം നിങ്ങളോട് പറയാം. മനുഷ്യന് ദൈവിക വിഷയത്തിലുള്ള സുപ്രധാനമായ 5 അജ്ഞതകൾ. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നത്തെ യോഗം തീരും. സ്തോത്രം. നമ്പർ 1, വാക്യം 22, 23, 24, 17-22 മുതൽ. പൗലോസ്
അരയോപകമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അതേനാ പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഒന്നാമത്തെ അജ്ഞത, ദൈവം ദേവാലയങ്ങളിൽ വസിക്കുന്നു എന്ന അജ്ഞതയാണ്. ഇത് ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു അജ്ഞതയാണ്. ദൈവം ദേവാലയങ്ങളിൽ വസിക്കുന്നു എന്ന അജ്ഞത. ദൈവം ക്ഷേത്രങ്ങളിൽ വസിക്കുന്നു എന്ന് പാവപ്പെട്ടവർ ധരിച്ചു വച്ചിരിക്കുന്നു. ദൈവം ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. ദൈവം പള്ളികളിൽ വസിക്കുന്നില്ല. ദൈവം മോസ്കിൽ വസിക്കുന്നില്ല. ദൈവം ഹാളിലും വസിക്കുന്നില്ല. ശരിയാണോ? അതെ, ശരിയാ. ശരിക്കും ശരിയാണോ? അതെ, ശരിക്കും ശരിയാ. ഒരു മതവും ദൈവം പള്ളിയിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആളുകളെ ധരിപ്പിച്ചു വെച്ചിരിക്കുക. എന്തിനാ? ഒരു പേടിക്കാന്നാ പറഞ്ഞത്, ഒരു ഭയത്തിന് വേണ്ടിയാന്നാ പറയുന്നത്. സ്തോത്രം. ദൈവം പള്ളിയിൽ വസിക്കുന്നില്ല, ഹാളിലും വസിക്കുന്നില്ല. അപ്പൊ പിന്നെ ദൈവം എവിടെയാ വസിക്കുന്നത്? കാണിച്ചു തരാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, നിങ്ങൾ ഭക്തജനങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പൊ ദൈവം എവിടെയാ വസിക്കുന്നത്? നിങ്ങളിലാ വസിക്കുന്നത്. അതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, അവരുടെ കോൺഗ്രിഗേഷനകത്ത് കർത്താവ് വസിക്കുന്നു. അവർ ഓരോരുത്തരുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? മത്തായി 18:20, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. കൂട്ടായ്മ നടുവിൽ കർത്താവുണ്ട്, വ്യക്തികളുടെ ഹൃദയത്തിൽ കർത്താവുണ്ട്. അപ്പൊ ദൈവം വസിക്കുന്നത് എവിടെയാണ്? ദൈവജനത്തിന്റെ ഉള്ളിലാണ്, ദൈവജനത്തിന്റെ ഇടയിലാണ്. ഈ ഒരു അജ്ഞത ഭയങ്കര അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. ദൈവം പള്ളിയിൽ വസിക്കുന്നു എന്ന പഠിപ്പിക്കൽ ഒരുപാട് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണം നേരിട്ട് എൻ്റെ അനുഭവമാണ്. നിങ്ങൾ ചിലരത് കേട്ടിട്ടുണ്ട്, കേൾക്കാത്തവർക്ക് വേണ്ടി പറയുക, വിഷയം മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം പറയുന്നത്. കോട്ടയത്തുള്ളൊരു വലിയ ദേവാലയമാണ് മണർകാട് പള്ളി. എൻ്റെ ഒരു കസിൻ്റെ കല്യാണം അവിടെ നടക്കുക. ഞാനതിൽ പങ്കെടുത്തിട്ട് മുറ്റത്ത് നിൽക്കുമ്പോൾ മുറ്റത്ത് നിന്ന് 2-3 പേര് വർത്താനം പറയുന്നുണ്ട്. അപ്പം പറയുന്നതിനിടയിൽ ഒരുത്തനോട് ചോദിക്കുക, പള്ളിമുറ്റത്ത് നിന്നാണോടാ നുണ പറയുന്നത്? അത് നമ്മളിങ്ങനെയുള്ള കാര്യം പെട്ടെന്ന് ശ്രദ്ധിക്കും. ഞാൻ ഉടനെ അടുത്ത് ചെന്നു. അപ്പം ഇവർ പറഞ്ഞ കാര്യത്തിൽ ഒരുത്തനോട് ചോദിക്കുക, പള്ളിമുറ്റത്ത് നിന്നാണോ നുണ പറയുന്നത്? അപ്പം നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലായി. പള്ളിമുറ്റത്ത് നിന്ന് സാധാരണക്കാരും നുണ പറയത്തില്ല. നുണ പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവർ? പള്ളിമുറ്റത്ത് നിന്ന് മാറിയിട്ടേ പറയുള്ളൂ. ഇനി അധികം താമസിക്കാതെ നമ്മൾ പറയും, ഹോളിൻ്റെ മുറ്റത്ത് നിന്നാണോടാ നുണ പറയും. പിന്നെ തുടങ്ങാനായിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. പള്ളിമുറ്റത്ത് നിന്ന് ആരും ഭാര്യയെ തല്ലുകയില്ല. തല്ലണമെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്നിട്ട് തല്ലുള്ളൂ. പള്ളിമുറ്റത്ത് നിന്ന് ആരും ഭാര്യ ഭർത്താവിനോട് ചൂടാവുകയില്ല. അത് വീട്ടിൽ ചെന്നിട്ടേ ചൂടാവുള്ളൂ. പള്ളിമുറ്റത്ത് നിന്ന് ആരും കള്ളു കുടിക്കുകയില്ല. പള്ളിമുറ്റത്ത് നിന്ന് ആരും ബീഡിയും വലിക്കുകയില്ല. കണ്ടോ, പഠിപ്പിക്കലിൻ്റെ ദോഷമാണ് ഞാനീ പറയുന്നത്. പള്ളി ഇതിനകത്താന്ന് പറയാമെങ്കിൽ ബീഡി എവിടെ പോവും? വെളിയിൽ പോവും. പള്ളി ഇതിനകത്താന്ന് പറയാമെങ്കിൽ ചാരായം എവിടെ പോവും? പുറത്തു പോവും. ഇത് പള്ളി അവിടെയാന്ന് പഠിപ്പിച്ചുകൊണ്ടല്ലേ മറ്റേത് അകത്തോട്ട് വന്നേ. സത്യം യോഗം വെച്ചത് കെട്ടുകഥ പറയാനല്ല. മതങ്ങൾ പറ്റീര് കണ്ടോ? നീയാണ് പള്ളി, നീയാണ് ദേവാലയം. ഈ സത്യം അകത്ത് കയറിയാൽ പിന്നെ അവന് പുകവലിക്കാൻ പറ്റുകയില്ല, മദ്യപിക്കാൻ ഒക്കുകയില്ല, നുണ പറയാൻ ഒക്കുകയില്ല, ചതിക്കാൻ ഒക്കുകയില്ല, തട്ടിപ്പ് പണം മേടിക്കാൻ ഒക്കുകയില്ല.
നിങ്ങളാണ് ദൈവത്തിന് മന്ദിരം. ഹല്ലേലൂയ. ഒന്നാമത്തെ അജ്ഞത, ദൈവം ദേവാലയത്തിൽ വസിക്കുന്നു എന്ന അജ്ഞതയാണ്. ദൈവം ദേവാലയത്തിൽ വസിക്കുന്നു എന്ന കാര്യം പഠിപ്പിച്ചാൽ ആളുകൾക്കുള്ള ഗുണം എന്നാണെന്നറിയാമോ? ദൈവം തമ്പുരാൻ അവിടെ ഇരുന്നോളൂ. നമുക്ക് തിങ്കളാഴ്ച മുതൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം പോവാം. അത് കഴിഞ്ഞ് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുത്ത്, ദൈവമേ നീ നല്ല ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയാൽ പോരെ. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിലേക്ക് നമ്മളും എത്താൻ പോവുകയല്ലേ? എനിക്ക് തുറന്നു പറയേണ്ട പല കാര്യങ്ങളുണ്ട്. ഈ ഭക്തി എന്ന് പറയുന്നത് ഈ ഞായറാഴ്ച വെള്ളിയാഴ്ച മാത്രമൊന്നും അല്ല, അത് കപടഭക്തിയാണ്. നീ ഞായറാഴ്ചത്തെ അതേ ആളായിരിക്കണം തിങ്കളാഴ്ച, നീ വെള്ളിയാഴ്ചത്തെ അതേ ആളായിരിക്കണം ബുധനാഴ്ച. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. ആ ഒരു ചിന്ത ലൈവായിട്ട് അകത്ത് നിന്നാ ഉണ്ടല്ലോ, വീട് പർദീസയായിട്ട് മാറും. ഹല്ലേലൂയ. അങ്ങനെയുള്ള വീട് ഭാഗ്യമാണ്. അങ്ങനെ ഒരു അപ്പൻ പറയുകയാണെ ആ മക്കൾ ഭാഗ്യമുള്ളവരാ. അങ്ങനെ ഒരു കുടുംബനാഥൻ പറയുകയാണെ ആ ഭാര്യ പർദീസല. ഇത് ദൈവത്തിന് മന്ദിരമാണേ. അങ്ങനെയാണെ ആ വീട്ടിൽ വല്ല വിഷയമുണ്ടോ? അപ്പൊ അടിസ്ഥാനം തെറ്റിപ്പോയി. ദൈവത്തെ വളരെ ദൂരെ താമസിപ്പിച്ചിരിക്കുക. ഞാൻ തുറന്നങ്ങ് പറയാം, വിശ്വാസികളെന്ന് പറയുന്നവര് പോലും ഈ ഭക്തിയൊന്നും പ്രാക്ടിക്കലില്ല. കാര്യം വരുമ്പോ അവര് അവിടെ ആള് മാറും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ഭക്തി ഞായറാഴ്ച ഭക്തിയല്ല. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അവിടേക്ക് നമുക്കൊന്ന് വരാൻ പറ്റുമോ? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നാം വേഷം കെട്ടിയതെല്ലാം വെറുതെ ആയിപ്പോവും. അടുത്തൊരു കപടഭക്ത സമൂഹത്തെ വളർത്തുകയാണോ? കപടഭക്തർ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്, ഇനി വളർത്തണ്ട. രാവും പകലും ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ അതിനുവേണ്ടി മാത്രമേ വിശ്വാസി വരേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് നിന്നാ മതി. മതം ഇനിയുമൊന്നും ഈ ഭൂമിയിൽ ആവശ്യമില്ല. ഇനിയൊരു മതം ഇവിടെ വേണ്ട. ഉള്ള മതം ധാരാളമാണ്. ജീവിക്കുന്ന ദേവാലയങ്ങൾ ഇവിടെ എഴുന്നേൽക്കണം. സഞ്ചരിക്കുന്ന ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ തിരുവല്ല പട്ടണത്തിൽ ഒരു 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് നടത്തി. രാവിലെ 2 മണിക്കൂർ, രാവിലെ 2 അല്ല 3 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ. അങ്ങനെ ഡെയിലി ക്ലാസ്സാണ്. പകുതി, അതായത് ഒരു ദിവസത്തെ 2 ക്ലാസ്സും പിറ്റേ ദിവസത്തെ 1 ക്ലാസ്സും കഴിഞ്ഞപ്പോൾ ഒരു 65 വയസ്സ് തോന്നിക്കുന്ന ഒരു ലേഡി എന്നോട് പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു 1 മണിക്കൂർ സംസാരിക്കണം, സമയം തരാമോ? ഞാൻ പറഞ്ഞു, പകലും രാത്രിയും ക്ലാസ്സാണ്, എനിക്ക് ഉച്ച കഴിഞ്ഞൊന്ന് റെസ്റ്റ് ചെയ്യണം. ഒരുപാട് നേരം പറയാനുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്നാൽ ഇപ്പം അങ്ങ് തുടങ്ങിക്കോ, ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകളെ മാറ്റിയിട്ട് ആ ഹോളിൻ്റെ മൂലയിട്ടിരുന്നു. ഒരു മാന്യ വനിത, വെൽ ഡ്രസ്ഡ്, വെൽ എഡ്യൂക്കേറ്റഡ്. അവരെന്നോട് പറയുകയാണേ, പാസ്റ്ററേ ഞാൻ ഒരു വിശ്വാസിയാണ്, വർഷങ്ങളായിട്ട് വിശ്വാസത്തിലാണ്. എൻ്റെ കുടുംബം തകർന്നുപോയി. എൻ്റെ 2 കുഞ്ഞുങ്ങളും അവർക്ക് തോന്നിയ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഒരുപാട് പൈസ ഉണ്ടാക്കി, എനിക്ക് നല്ല ജോലിയുണ്ട്, ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതം പരാജയമാണ്. അതിന് മുഴുവൻ ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഇവർ തന്നെ പറയും, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1 മണിക്കൂർ ഇവർ സംസാരിച്ചു. ഞാൻ ഇരുന്ന് കേട്ടു. ഈ പറയാൻ വലിയ വിഷമമില്ല, കേൾക്കാൻ എന്നെ പാടാന്നറിയോ? നിങ്ങൾ അത് കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ദൈവം അതുകൊണ്ടായി 2 ചെവി തന്നിരിക്കുന്നു. 2 ചെവി, 1 വായേ നമുക്കുള്ളൂ. പക്ഷെ ചിലരോട് ഇടപെടുമ്പോൾ മനസ്സിലാവും 2 വായു 1 ചെവിയാണ്. കാരണം അവരൊന്നും കേൾക്കുകയില്ല, ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുക. സ്തോത്രം.
ദൈവം തമ്പുരാൻ എന്തോരം കേൾക്കുന്നുണ്ട്, വളരെ കുറച്ചല്ലേ പറയുന്നുള്ളൂ. ഇല്ല, നമ്മൾ ഈ പറയുന്നതെല്ലാം കേൾക്കുക, വല്ലപ്പോഴും തമ്പുരാനൊന്നും ഇങ്ങോട്ട് പറയുന്നുള്ളൂ. സ്തോത്രം. ക്ഷമിക്കണം, ഞാൻ എല്ലാം കേട്ടു. ഈ സഹോദരി ഉള്ളു തുറന്നു കരഞ്ഞു, പറയാൻ തുടങ്ങി, പാസ്റ്ററെ ഞാനൊരു ശാഠ്യക്കാരുത്തിയും സ്വാർത്ഥയുമായിരുന്നു. കല്യാണം കഴിച്ച് വന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം മുഴുവൻ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ കണ്ടമാനം പീഡിപ്പിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിമാരെ ഞാൻ കണ്ടമാനം പീഡിപ്പിച്ചു. എൻ്റെ വീട്ടിൽ എന്നും വഴക്കായിരുന്നു. എൻ്റെ ഭർത്താവ് എൻ്റെ പെങ്ങന്മാരോട് മിണ്ടിയാൽ ഞാൻ വഴക്കുണ്ടാക്കും. അങ്ങനെ എൻ്റെ വീട് യുദ്ധക്കളമായിരുന്നു. ഇത് കണ്ടു വളർന്ന എൻ്റെ കുഞ്ഞുങ്ങൾ നശിച്ചുപോയി. എനിക്കിനി രക്ഷപ്പെടാൻ പറ്റുമോ? ഞാൻ ഈ 35 കൊല്ലത്തെ പ്രസംഗയാത്രയിൽ ഇങ്ങനെ സത്യകുംഭസാരം നടത്തിയ ഒരാളെ കണ്ടിട്ടുള്ളൂ. ഇതിനേക്കാളും കുഴപ്പം കാണിച്ചവർ കാണും, പക്ഷെ മിണ്ടുന്നില്ല. അവർക്ക് ഈ ബോധം വന്നത് 65-ാമത്തെ വയസ്സിൽ. അപ്പം വിശ്വാസത്തിലാണെന്ന് പേര് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ വാശി, വൈരാഗ്യം, മത്സരം, പിണക്കം, ക്ഷമിക്കാൻ മേല. എന്തുവാ? യേശു കർത്താവ് പഠിപ്പിച്ച മാർഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതിൻ്റെ അൾട്ടിമേറ്റ്, അതിൻ്റെ അക്കാതറിഞ്ഞെടുത്തേ എന്തുവാ? വെള്ളയുടുപ്പാണോ? ആണോ? വെള്ളയുടുപ്പ് ഇട്ടോ, അതൊക്കെ ഒരു മാന്യമായ ഡ്രസ്സാ. ഇതിൻ്റെ കാതലുണ്ടല്ലോ, കാതലി. ഒരു തടി ഇങ്ങോട്ട് വെട്ടിയായി വെള്ളം തൊലിയൊന്നും എടുത്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ കാതൽ ഇങ്ങോട്ട് എടുത്താൽ എന്നാണെന്നറിയോ? സ്നേഹമാണ്. ക്രിസ്ത്യൻ ഡോക്ട്രിൻ്റെ ആഴത്തിലോട്ട് പോയാ സ്നേഹമാ, ക്ഷമയാ, സൗമ്യതയാ, വിട്ടുവീഴ്ചയാ. അതൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. അയ്യോ ഞങ്ങൾ 40 കൊല്ലം, 60 എന്താ പ്രയോജനം? 90 എന്നാ പ്രയോജനം? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ നിങ്ങൾ നടക്കുമ്പോൾ ആര് നടക്കുന്നു? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ നടക്കുന്നു. അപ്പൊ നിങ്ങളെ കാണുന്നവർക്ക് എന്ത് മനസ്സിലാകണം? ഓ, ഇവനിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്ന്. നമുക്ക് കൈ തരുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യണം. നമ്മുടെ അടുത്ത 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ ആ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യണം. അതിനാ എന്നെ നിങ്ങളെ ഈ വിശ്വാസത്തിലേക്ക് ദൈവം നയിച്ചത്. സ്തോത്രം, 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 സ്തോത്രം. ഞായറാഴ്ച ഭക്തിയും വെള്ളിയാഴ്ച ഭക്തിയും നമുക്ക് അവസാനിപ്പിക്കണം. നമ്മളിലുള്ള യേശു ക്രിസ്തു എത്ര വളർന്നിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാഹചര്യം വരണം, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം വരണം. അപ്പം നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. ഉടനെ ചോദിക്കുന്നതിനാ അറിയോ? കർത്താവ് ദേഷ്യപ്പെട്ടിട്ടില്ലെന്ന്. കർത്താവ് ദേഷ്യപ്പെട്ടത് കർത്താവിനെ ദേഷ്യം പിടിപ്പിച്ചപ്പോഴാണോ? ആണോ? കർത്താവിൻ്റെ മുഖത്തെ രോമം പറിച്ചപ്പോഴാണോ? കർത്താവിൻ്റെ മുഖത്ത് തുപ്പിയപ്പോഴാണോ? അല്ല. ദൈവസഭയ്ക്ക് ദോഷം വരുത്തുന്ന കാര്യം കണ്ടപ്പോഴല്ലേ? ദേവാലയത്തിൽ കച്ചവടം ചെയ്യുന്ന കണ്ടപ്പോഴല്ലേ കർത്താവ് ചൂടായത്? കർത്താവിനെതിരെ പച്ച കള്ളം പറഞ്ഞിട്ടോ കർത്താവ് മിണ്ടിയില്ലല്ലോ. യേശുവോ മിണ്ടാതിരുന്നു. കർത്താവിനെതിരെ പച്ച കള്ളം പറഞ്ഞപ്പം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് യേശു പറഞ്ഞില്ലല്ലോ. മന്ദിരം പൊളിച്ചു പണിയുന്നവനെ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തെളിയിക്കാവോ? അങ്ങനെയൊക്കെ ഞാനാണ് ചോദിക്കും. കാരണം ഞാൻ അത്രയും വളർന്നിട്ടില്ല. യേശു മിണ്ടിയില്ല. അവിടെ ബൈബിൾ എഴുതി എന്നാണെന്നറിയോ? യേശുവോ മിണ്ടാതിരുന്നു. ന്യായമായി വിധിക്കുന്നവെങ്കിൽ. ഇതല്ലേ ആത്മീയത? ഇതല്ലേ? നിന്നെ തേജോവധം ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോൾ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം വരവേൽപ്പിക്കാൻ ഒരു ആത്മീക വളർച്ച നമുക്ക് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അന്നേരം അറിയാതെ പറയുന്ന കേട്ടിട്ടുണ്ട്. എന്നെ എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളോട് കാല് പിടിച്ച് പറയാം, അങ്ങനെ പറയരുത്. നിങ്ങൾ അങ്ങനെ പറയുന്ന പിശാച് ഒട്ടനെ റെക്കോർഡ് ചെയ്യും. വോയിസ് റെക്കോർഡറുമായിട്ട് പുള്ളി നടപ്പുണ്ട്. അപ്പം പഴയ സ്വഭാവം മത്തായിച്ചൻ ഇതുവരെ കളഞ്ഞിട്ടില്ല. അവസരം വരുമ്പോൾ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ പിശാച് പറയും, നിന്നെ കൊണ്ട് ഞാനിത് എടുപ്പിക്കൂടാ, അടുത്ത കമ്മിറ്റിയിലായിക്കോട്ടെ. എന്നാൽ പിന്നെ എന്നാ പാസേ അങ്ങനെ വിഷമം സഹിക്കാൻ മേലെ വരുമ്പോൾ എന്നാ പറയണ്ടേ? ഇങ്ങനെ പറയണം, നിങ്ങൾ എന്നൊക്കെ ചെയ്താലും എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കാൻ നിങ്ങളെ കൂടെ പറ്റുകയില്ല, കാരണം അത് കുഴിച്ചിട്ട് പോയി. അങ്ങനെ പറഞ്ഞാൽ രക്ഷപ്പെടാം.
അപ്പം നമ്മളന്നേരം തീരെ തോറ്റു പോകുകയില്ലേ? അതാണ് വിഷയം. തോക്കാൻ മനസ്സില്ലെങ്കിൽ ജയിക്കുകയില്ല. ക്രിസ്തുവിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. സ്തോത്രം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. ഒന്നാമത്തെ അജ്ഞത. നമ്പർ 2, വാക്യം 25. ലോകവും അതിലുള്ളത് ഒക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. 25 വായിച്ചാൽ മതി. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. രണ്ടാമത്തെ കാര്യം മനസ്സിലായോ? അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ അജ്ഞത എന്നാണെന്നറിയോ? ദൈവം ദാനങ്ങൾ സ്വീകരിക്കുന്നവനാണ്. ഇതാണ് രണ്ടാമത്തെ അജ്ഞത. സകല ദേവാലയങ്ങളുടെയും വാതുക്കൽ കാണിക്കവഞ്ചിയുണ്ടല്ലോ. ക്രിസ്ത്യാനികളാണ് ഏറ്റവും വലുതുണ്ടാക്കിയിരിക്കുന്നത്. അത് കണ്ടിട്ട് പാവപ്പെട്ടവരെല്ലാം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഓടുന്ന ബസ്സിലിരുന്നിട്ടാൽ വീഴാവുന്ന സൈസ് വലിയ സാധനങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ദൈവത്തിന് ഇട്ട് കൊടുക്കുന്ന. ഞാൻ ആരെ കുറ്റം പറയല്ല, പക്ഷെ ഒരു സത്യം പറയുക. വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരന് കാശ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ എടുക്കുമോ? ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ചീത്ത പറഞ്ഞു പോകും. ഏറ്റവും ചെറിയ കാശും എറിഞ്ഞു കൊടുക്കാൻ പറ്റിയ സ്ഥലവും എവിടെയാ? ദൈവത്തിന്. വേണേ എടുക്ക്. ഇതാണ് കാര്യം. ഇത് അവസാനിപ്പിക്കേണ്ടതല്ലേ? ദൈവം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ചില്ലിക്കാശ് വാങ്ങുന്നവനല്ല. അല്ല. സ്തോത്രം. ഇപ്പോൾ ഈ സുവിശേഷ യോഗത്തിൽ സ്തോത്രാഴ്ച എടുത്തില്ലല്ലോ. ഞങ്ങൾ സാറിന് എടുക്കാറുണ്ട്. അതിൻ്റെ കാരണം പറയാം. വിശ്വാസികൾ കൂടുന്ന കൂട്ടങ്ങളിൽ അവർക്ക് ദൈവം നൽകിയ നന്മയിൽ നിന്ന് വചനം പഠിക്കുന്നവൻ വചനം പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് പ്രമാണമുള്ളതിനാൽ ആ യോഗത്തിൻ്റെ ചെലവിലേക്ക് വിശ്വാസികൾക്ക് പങ്കെടുക്കാൻ അവസരം കൊടുക്കുന്നതാണ് സ്തോത്രകാഴ്ച. ദൈവം മനുഷ്യൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന ആളല്ല. ഇവിടെ പറഞ്ഞത് അവൻ തരുന്നവനാ, മേടിക്കുന്നവനല്ല. ബാക്കി കണ്ടോ? അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും. ജീവൻ, ശ്വാസം, സകലവും. സകലത്തിനകത്ത് തന്നെ ഒക്കെയാ ഇല്ല. ജീവൻ, ശ്വാസം, ഉറക്കം, സമാധാനം, സന്തോഷം, ഭാര്യ, മക്കൾ, സമ്പത്ത്, ദീർഘായുസ് എല്ലാം തരുന്നത് ദൈവം. ഭാര്യ കിട്ടുന്നവന് അപ്പോൾ അതാരാ തന്നേ? ദൈവം. സ്തോത്രം. മക്കളെ യഹോവ നൽകുന്ന ദാനം. ആരാ തരുന്നേ? ദാനം. തൻ്റെ പ്രിയനും അവൻ ഉറക്കം കൊടുക്കുന്നു. അപ്പോൾ ഉറക്കം ആരാ തരുന്നേ? ദൈവം. ജീവൻ ആരാ തരുന്നേ? ദൈവം. ശ്വാസം ആരാ തരുന്നേ? ദൈവം. ഈ ഉറക്കം എന്നൊക്കെ പറയുന്നത് വലിയ സംഗതിയാണ് കേട്ടോ. ആളുകൾ യോഗത്തിനിരുന്ന് ഉറങ്ങിയാൽ ഞാൻ വഴക്ക് പറയുകയില്ല. കാരണം ഉറക്കമില്ലാത്ത ആളുകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇത് ഒരു പാട്ട് കഴിയുമ്പോഴേ ഉറക്കം വരുന്നത് എന്തൊരു ആശ്വാസമാണ്. നോ ടെൻഷൻ. ദൈവത്തിൻ്റെ ദാനമാണ്. പിന്നെ യോഗത്തിനിരുന്ന് ഉറങ്ങാതിരുന്നാൽ നല്ലതാണ്. അതിനേക്കാൾ വലിയത് കേൾക്കാം, വചനം കേൾക്കാം. അങ്ങനെ കൂടെ കൂടെ ഉറക്കം വരുന്നുണ്ട്, പ്രാർത്ഥിപ്പിക്കണം. ആ വിഷയം വിടുതൽ കിട്ടും. പ്രിയപ്പെട്ടവരെ, വെറുതെ ഒന്നും പറയുന്നതല്ല ഇത്. ഉറക്കമില്ലാതെ രാത്രികൾ കഷ്ടപ്പെടുന്ന എത്രയോ മനുഷ്യരുണ്ടെന്നറിയോ? തലവണ്ണയുടെ അടി ഗുളിക വെച്ചുകൊണ്ട് കിടക്കുക. എന്നിട്ടിങ്ങനെ നമ്മുടെ കേരളത്തിലൊരു പ്രമുഖനായ പൊതുപ്രവർത്തകൻ, പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ പേര് വെളിപ്പെടുത്താം. എൻ്റെ ഒരു സ്നേഹിതനെ ഫോൺ വിളിച്ചു, ടെലിവിഷനിലെ പ്രോഗ്രാം കണ്ടിട്ട്. പാസ്റ്റർ, നിങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി.
ഞാൻ ഉറക്ക ഗുളികയുടെ ഏറ്റവും കൂടിയ ഡോസാണ് കഴിക്കുന്നത്. അത് കഴിച്ചാൽ ഒരു മയക്കം വരും, അരമണിക്കൂർ, അത്രയേ ഉള്ളൂ, ഉറക്കമില്ല. ഉണ്ടോ? മനുഷ്യരുടെ അവസ്ഥ ഉണ്ടോ? എൻ്റെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ടാൽ മതി ഉറക്കം വരും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതിനു വേണ്ടി മാത്രം ദൈവത്തെ സ്തുതിക്കണം. അതിനുവേണ്ടി മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ ജീവനും ശ്വാസവും എല്ലാം കൊടുക്കുന്നു. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവം തരുന്നവനാണ്, മേടിക്കുന്നവനല്ല. കുഞ്ഞെ, നീ എഴുന്നേറ്റ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ. നീ നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ. നീ ജോലി ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയാ. നീ ഡ്രൈവ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാ. ഓ, പറഞ്ഞാൽ എത്ര നേരം വേണേലും പറയാം കേട്ടോ. കുനിഞ്ഞിട്ട് നൂരുന്നത് ദൈവത്തിൻ്റെ കൃപയാ. അതുകൊണ്ട് അതിനൊക്കെ അങ്ങ് ചുമ്മാ സ്തോത്രം പറഞ്ഞോണം. നടക്കുമ്പോഴൊക്കെ പറഞ്ഞോണം. കാരണം കുടിശ്ശികയുണ്ട്, കുടിശ്ശിക കിടപ്പുണ്ട്. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. കണ്ണടയ്ക്കുന്നതിന് നന്ദി, കണ്ണ് തുറക്കുന്നതിന് നന്ദി, ഭക്ഷണം ഇറങ്ങിപ്പോണതിന് നന്ദി. സ്തോത്രം, 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 സ്തോത്രം. അവൻ എല്ലാവർക്കും ജീവനും ശ്വാസവും എല്ലാം കൊടുക്കുന്നു. ഇത് ഭൗതികമാണെങ്കിൽ നീ ആത്മീയത്തിലോട്ട് വരാം. അവൻ എന്തൊക്കെ തരുന്നുണ്ട്? ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. പുത്രൻ തൻ്റെ രക്തം നമുക്ക് വേണ്ടി തന്നു. പാപക്ഷമ തന്നു. നിത്യജീവൻ തന്നു. ശുദ്ധീകരണം തന്നു. നിത്യ സമാധാനം തന്നു. കൂട്ടായ്മ തന്നു. പരിശുദ്ധാത്മാവിനെ തന്നു. പാസ്റ്റേഴ്സിനെ, ലീഡേഴ്സിനെ തന്നു. പരിശുദ്ധാത്മാവിനെ തന്നു. ആത്മനിറവ് തന്നു. വചനം തന്നു. എന്തെല്ലാം തന്നു? കർത്താവ് തന്നതല്ലാതെ എന്നാ ഉള്ളത്? കർത്താവ് തന്നതല്ലാതെ എന്നാ ഉള്ളത്? അവൻ വാങ്ങുന്നവനല്ല, അവൻ കൊടുക്കുന്നവനാ. അവൻ കൊടുക്കുന്നവനാ. അവൻ തന്നതേ ഉള്ളൂ നമുക്കെല്ലാവർക്കും. ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്ക് എപ്പോഴും നന്ദിയുണ്ട്. ഇതിൻ്റെ ആഴങ്ങൾ പഠിച്ചവർക്ക് എപ്പോഴും നന്ദിയുണ്ട്. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് പ്രസാദിപ്പിക്കാമെന്ന ധാരണ തെറ്റ്. അതാണ് രണ്ടാമത്തെ അജ്ഞത. മനുഷ്യന്റെ ദാനങ്ങൾ മേടിക്കാനിരിക്കുന്ന പാവപ്പെട്ടവനല്ല ദൈവം. സകല മനുഷ്യർക്കും വേണ്ടതെല്ലാം കൊടുക്കുന്നവനാണ് ദൈവം. അവൻ മഹാസമ്പന്നനാണ്. അവൻ വലിയവനാണ്. ഈ ദൈവം മനുഷ്യന്റെ കയ്യിലെ ചെറിയ നാണയങ്ങൾ വാങ്ങുന്നവനല്ല. അവൻ മനുഷ്യർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുന്നവനാണ്. ഇത് തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമത്തെ കാര്യം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. വാക്യം 26. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. സകല മനുഷ്യരും ഒരു മനുഷ്യന്റെ സന്തതികളാണ് എന്നിവിടെ പറയുന്നു. എന്താണ് ഇവിടുത്തെ അജ്ഞത? വിവിധ മതങ്ങൾ, വിവിധ ജാതികൾ, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണെന്നൊരു ധാരണയുണ്ട്. തെറ്റാണ്. ദൈവം മതങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം ജാതികളെ സൃഷ്ടിച്ചിട്ടില്ല. ഇല്ല, ഇല്ല, ഇല്ല. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ, ഭൂലോകം മുഴുവനും താമസിക്കുന്നവൻ ഒരുത്തൻ്റെ മക്കളാണെന്ന് ബൈബിൾ ശക്തമായി പറയുന്നു. എന്തിനാ അത് സ്ഥാപിക്കുന്നതെന്നറിയാവോ? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കിടന്നു. യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം എല്ലാവർക്കും രക്ഷയും വന്നു. അപ്പോൾ ഒരുത്തനിൽ നിന്ന് എല്ലാവരും വന്നു എന്ന സത്യം അംഗീകരിച്ചാൽ എല്ലാവരും പാപികളാണെന്നുള്ള സത്യം അംഗീകരിക്കും. അത് അംഗീകരിച്ചാൽ രക്ഷകൻ യേശു മാത്രമാണെന്നുള്ള സത്യം അംഗീകരിക്കും. അപ്പം 3 സത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സത്യം പൗലോസ് ഇവിടെ പറഞ്ഞത്. എല്ലാ മനുഷ്യർക്കും വേണ്ടി യേശു കുരിശിൽ മരിച്ചു. വിവിധ മതങ്ങൾ ദൈവം സ്ഥാപിച്ചതല്ല. സ്തോത്രം, 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 സ്തോത്രം. അടുത്തത് 4-ാമത്തെ അജ്ഞത. അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യത്തിലുണ്ട്, വായിച്ചോ. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമെന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടത് തന്നെ. എന്നാ വായിച്ചോ. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും. അതാണ് 4-ാമത്തെ അജ്ഞത. ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണെന്ന് ഇവിടെ പറയുന്നു. എന്താണ് ഇവിടുത്തെ അജ്ഞത? അറിവില്ലായ്മ എന്നതാ. ദൈവം ചിലർക്ക് അടുത്തും ചിലർക്ക് അകലെയുമാണ്. മതങ്ങളുടെ ചിന്തയാണ്, മതങ്ങളുടെ ചിന്താധാരയാണ്. ദൈവം പുരോഹിതന്മാർക്ക് വളരെ അടുത്താണ്. വിവിധ മതങ്ങളിലെ പാതിരിമാർക്ക്, കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, പ്രത്യേക മതത്തിൽപ്പെട്ടവർക്ക് ദൈവം ക്ലോസ് ആണെന്ന് മതങ്ങൾ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു.
ആ ചിന്താധാര മനുഷ്യരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എന്നോട് സംസാരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഫോൺ വിളിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമല്ലോ. അപ്പം ഞാൻ ഇച്ചിരി നേരം പ്രാർത്ഥനയെക്കുറിച്ച് പറയും. അപ്പോൾ പറയും, സിസ്റ്ററെ, നിങ്ങൾ കുടുംബമായിട്ട് ബൈബിൾ എടുത്ത് വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അയ്യോ പാസ്റ്ററെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല, പാസ്റ്ററൊക്കെ ദൈവത്തോട് ഒരുപാട് അടുത്ത ആളല്ലേ, അതുകൊണ്ട് പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഒരു പ്രയോജനം കിട്ടുകയില്ല. ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കുക, അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ഈ ധാരണ മനുഷ്യ ഹൃദയങ്ങളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുക. ചിലർ ദൈവത്തോട് ക്ലോസ്, ചിലർ ഭയങ്കര അകലെ, ചില മതത്തിൽപ്പെട്ടവരൊക്കെ ഭയങ്കര ദൂരെ, ചില മതത്തിൽപ്പെട്ടവർ അടുത്തിരിക്കുക. വെറുതെ നുണ പറയുന്ന കേട്ടോ ഇതൊക്കെ. ബൈബിൾ എന്താ പറയുന്നത്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം, പെട്ടെന്ന് വായിച്ചോ. 145:18. 145 എന്നൊക്കെ പറയുമ്പോൾ പുസ്തകം പറയേണ്ട കാര്യമില്ലല്ലോ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, ആ. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. അപ്പൊ ദൈവം സമീപസ്ഥനാണെങ്കിൽ ആർക്ക്? വിളിച്ചപേക്ഷിക്കുന്നവർക്ക്. എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ ദൈവമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു ഒറ്റ വിളി വിളിച്ചാൽ അപ്പൊ അടുത്തുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഒരിക്കൽ മലയാള മനോരമയിൽ പത്രത്തിലെ സൺഡേ സപ്ലിമെന്റിൽ ഒരു സംഭവം വന്നു. ഒരു മനുഷ്യൻ മരിച്ചു ആശുപത്രിയിൽ. ICU കൊണ്ടുപോവുക മോർച്ചറിലോട്ട്. ഭാര്യയോട് പറഞ്ഞിട്ടില്ല, ഭാര്യ പുറത്ത് കാത്തു നിൽക്കുക. വെള്ളത്തുണിയൊക്കെ ഇട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ സ്ത്രീക്ക് മനസ്സിലായി പോക്കടിച്ചു. ആ കോറിഡോറിൽ നിന്ന് ഒരു ഒറ്റ വിളി, ലാസറിനെ ഉയർപ്പിച്ച് യേശുവേ. ഈ പുള്ളി ഇത് കേട്ട് ചാടി എഴുന്നേറ്റ്. പത്രത്തിൽ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ചർച്ചിൽ പറഞ്ഞപ്പോഴേ വിശ്വാസികൾ എന്നോട് ചോദിക്കുക, ആ സഹോദരി ഏത് സഭക്കാരിയാണ്? വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ അറിയണ്ടേ? നമ്മുടെ അകത്തെ ആ സ്പിരിറ്റ് സ്വത്രം എവിടെ ചേർന്നിട്ടില്ലേ നമ്മളോട് ചേർക്കാവോന്ന് അറിയാനാണോ എന്ന് അറിയാൻ മേല. അതൊക്കെ അവിടെ കിടക്കട്ടെന്നേ. അവരുടെ ഈ യേശുവേന്ന് വിളിച്ചല്ലോ, എനിക്കതാ ഈ സന്തോഷം. വേറൊന്നും അല്ലല്ലോ വിളിച്ചത്. ഒരു കുറെ പേര് യേശുവേന്നൊന്ന് വിളിക്കുന്ന കേട്ടാ ഭയങ്കര സന്തോഷമായിരിക്കും. അവരിൽ 100 കുറവുണ്ടായിരിക്കും. കുറവവിടെ കിടക്കട്ടെ, വിളിച്ചല്ലോ അത്രയെങ്കിലും. വേറെ വല്ല നാമങ്ങളുമായി വിളിച്ചോണ്ടിരുന്നു ഇത്രയും കാലം. സ്തോത്രം. ജീസസ്. അതൊരു അത്ഭുതമായതുകൊണ്ട് പത്രത്തിൽ വന്നു. ഒറ്റ വിളി. പ്രൈസ് ദി ലോർഡ്. 2 കണ്ണും കാണാത്തവൻ വഴിയിലിരുന്നുകൊണ്ട് ദാവീദ് പുത്രാ, ഒറ്റ വിളി. അവിടെ നിന്നു. യേശു നിന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? സർവശക്തൻ നിന്നെന്നാ. സർവശക്തനെ നിർത്താൻ എന്നാ ചെയ്താൽ മതി? ഒറ്റ വിളി. അതിന് MTH കഴിഞ്ഞിട്ട് വേണം വിളിക്കാൻ, അല്ലേ? അങ്ങനെയാണോ? അല്ല. BD വേണോ? വേണ്ട. ഹൃദയം മതി. ഹൃദയം. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കും സമീപസ്ഥൻ. ദൈവം ഇന്ന് രാത്രി ആർക്കെങ്കിലും സമീപസ്ഥനാണെങ്കിൽ മനസ്സു തുറന്ന് ഇന്ന് രാത്രി കർത്താവേ എന്നെ സഹായിക്കണമെന്ന് വിളിക്കുന്ന നിന്റെ അടുത്തവൻ നിപ്പുണ്ട്. ഇന്ന് രാത്രി നിന്റെ അടുത്തവൻ നിപ്പുണ്ട്. പിന്നെ ആർക്കെങ്കിലും അടുത്തുണ്ടോ? ഉണ്ട്. ഇപ്പൊ വായിച്ചത് 145 അല്ലേ? 34 സങ്കീർത്തനം ഒന്ന് എടുത്തേ. 18 വാക്യം ഒന്ന് വായിച്ചേ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മതിയല്ലോ. ദൈവം എല്ലാവർക്കും സമീപസ്ഥനാ. എന്നാൽ പിന്നെ ആർക്കെങ്കിലും ഇച്ചിരി കൂടുതൽ ക്ലോസ് ആണെന്ന് ആർക്കാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഹൃദയം നുറുങ്ങിയവർക്ക്. ഇന്ന് യോഗത്തിൽ വന്നതിൽ ഏറ്റവും മനോദുഃഖത്തോടും ഏറ്റവും വേദനയോടും ഏറ്റവും സങ്കടത്തോടും കൂടെ വന്നത് നീയാണെങ്കിൽ നിന്റെ അടുത്ത് ഇന്ന് രാത്രി യേശു നിൽക്കും. നിനക്ക് ഇന്ന് രാത്രി കൈ നീട്ടി അവനെ തൊടാൻ പറ്റും. നിനക്ക് ഈ യോഗം തീരുന്നതിന് മുമ്പ് കർത്താവിനെ തൊടാൻ പറ്റും. ഇന്ന് രാത്രി അവൻ നിന്നെ തൊടും. ഇന്ന് രാത്രി അവന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ അവൻ അയക്കും. ഇന്ന് നീ വന്നതുപോലെ ഇവിടുന്ന് തിരിച്ചു പോകയില്ല. കർത്താവ് നിന്നെ തൊടുന്ന രാത്രി അത്രേ ഇത്. രക്തം ജയം അനുഭവിച്ചിട്ടുണ്ടോ ദൈവമക്കളെ? യോഗത്തിന് ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര വേദനയോടെ പോയിരുന്നത്.
കർത്താവ് അന്നത്തെ മെസ്സേജ് മുഴുവൻ എന്നോടായിരുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ ഭയങ്കരമായിട്ട് പൊട്ടി തകർന്ന പോയിരുന്നേ. അന്ന് അവിടെ എഴുന്നേറ്റ് ദൈവദാസൻ നമ്മളെ അറിയത്തൊന്നുമില്ല, പക്ഷേ ആ ദൂത് മുഴുവൻ നമ്മളോടായിരുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് നീ യോഗത്തിൽ വന്നത് ദുഃഖത്തോടെയാണെങ്കിൽ, വേദനയോടെയാണെങ്കിൽ, അടുത്തിരിക്കുന്ന ആരും അറിയണ്ട, കർത്താവ് അറിയുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. അവൻ ആർക്കെങ്കിലും സമീപസ്ഥനാണെങ്കിൽ അത് ഹൃദയ നുറുക്കത്തോടെ വന്നവർക്കാണ്. സ്തോത്രം. 5-ാമത്തെ അജ്ഞത വായിച്ച് കേൾപ്പിക്കുന്നേ ഉള്ളൂ, വ്യാഖ്യാനിക്കുന്നില്ല. വ്യാഖ്യാനിച്ചാൽ മനുഷ്യർക്ക് പെട്ടെന്ന് വിഷമവും ദേഷ്യമൊക്കെ വരും. ഏതായാലും വായിച്ച് കേൾപ്പിക്കാം. വായിച്ചു. ഇപ്പോൾ വായിച്ചതിൻ്റെ ബാക്കി വാക്യം 29. നാം ദൈവത്തിന്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയുടെ സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. ആ 5-ാമത്തെ അജ്ഞത എന്നാന്ന് മനസ്സിലായല്ലോ. ദൈവനിർമ്മാണം, ദൈവത്തെ ഉണ്ടാക്കുന്നതാണ് 5-ാമത്തെ അജ്ഞത. ഈ നാട്ടിൽ, അതായത് ഈ അഥേനയിൽ പൗലോസ് പോയപ്പം അവർ ഭയങ്കര ഈ ശില്പകലാ വിദഗ്ധന്മാരാണ്. അപ്പോൾ അവർ ഈ കല്ലിലൊക്കെ നല്ല കൊത്തുപണി ചെയ്തിരിക്കുക. അതെല്ലാം കണ്ടിട്ട് ഭയങ്കര വിഷമമുണ്ടായിട്ടാണ് ഈ പ്രസംഗം അവിടെ ചെയ്തത്. എന്നിട്ട് ഒടുവിൽ പറയുക, ഈ കല്ലിലും മണ്ണിലും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കുന്നതൊന്നും ദൈവമല്ല കേട്ടോ. സ്തോത്രം. ദൈവത്തെ നിർമ്മിക്കരുത്. സ്തോത്രം. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. ആരാധനയുടെ ഭാഗങ്ങളാ സങ്കീർത്തനമൊക്കെ. ആരാധനയുടെ ആഴങ്ങളാ വെളിപ്പെടുത്തുന്നേ. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം. എന്തുകൊണ്ട്? നമ്മെ നിർമ്മിച്ചവനാണവൻ. അവന്റെ മുമ്പിൽ നാം മുട്ടുകുത്തുക. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. 100-ാം സങ്കീർത്തനമാണ് ഞാൻ പറഞ്ഞത്. അതെ, ദൈവനിർമ്മാണം ഭയങ്കര അനീതിയാണ്. ദൈവത്തെ മനുഷ്യരാരും കണ്ടിട്ടില്ല, മനുഷ്യർക്ക് കാണാൻ കഴിയത്തില്ല. കാണാൻ കഴിയുന്നവനല്ല ദൈവം. ദൈവം ആരാണ്? കേൾത്തോ, ദൈവം ആരാ? സർവശക്തനാണ്. ദൈവം ആരാ? സർവവ്യാപിയാ. ദൈവം ആരാ? സർവജ്ഞാനിയാ. ദൈവത്തിന് എന്നാ വലിപ്പമുണ്ട്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ബൈബിളിലെ ദൈവത്തിന്റെ വലിപ്പം ഞാൻ പറയാം. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. പിന്നെ നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം? എന്താ അതിൻ്റെ അർത്ഥം? സ്വർഗത്തിലിരുന്നോണ്ട് കാല് നീട്ടിയ ഭൂമി പറ്റും. അപ്പൊ കാലിന് നിങ്ങൾ എത്രയുണ്ട്? സ്തോത്രം. ഈ ദൈവത്തിന് ഞാനൊരു കെട്ടിടം പണിയാണെങ്കിൽ എന്നാ വലിപ്പത്തിൽ പണിയണം? ആകെ കൂടെ 15 അടി പൊക്കത്തിലുള്ള ഒരു ഹോള് പണിത് വെച്ച് എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത്? അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ച്. ഒരുവിധം ഒക്കെ ഉണ്ടേ. എൻ്റെ പടം ഇവിടെ വെച്ചിരിക്കുക, ഇവിടെ വരുമ്പോൾ എൻ്റെ ഷേപ്പ് ഇല്ലെങ്കിലോ? ഏത് ഒരുവിധം ഒന്ന് നോക്കണ്ടേ? യാതൊരു രൂപമില്ലാത്തൊരു പടം അവിടെ ഇരിക്കുന്നത് ഞാൻ അടുത്ത വണ്ടി കയറി പോവുകയല്ലേ? വേറെ ആരാണ്ടാ പ്രസംഗിക്കുന്നതെന്ന് ഓർത്ത് കളിയാക്കരുത്. ദൈവത്തിന്റെ രൂപമാണെങ്കിൽ ഏറെക്കുറെ ഒക്കെ ഉണ്ടേ. ദൈവത്തിന്റെ വലിപ്പം ബൈബിൾ വായിച്ചു നോക്കണം. ചാണുകൊണ്ട്, ചാണെന്ന് പറഞ്ഞാൽ ഇതാ, ചാണുകൊണ്ട് ആകാശത്തിന്റെ ഡയമീറ്റർ എടുക്കുമെന്ന് ദൈവം. അപ്പൊ ഈ വിരലിന്റെ നിങ്ങൾ എത്രയാ ചിന്തിക്കുന്നുണ്ടോ? ഈ വിരലിന് ഈ ആകാശത്തിന്റെ ഡയമീറ്ററാ നിങ്ങളാണെങ്കിൽ ആ വിരൽ പിടിപ്പിച്ചിരിക്കുന്ന കൈക്കോ? ഓ, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയാ എങ്ങനെയും ഒന്ന് ചിന്തിക്ക്. പർവ്വതങ്ങളെ വെള്ളിക്കോല് കൊണ്ടും കുന്നുകളെ ത്രാശിലും തൂക്കുന്നവൻ. എവറസ്റ്റ് കൊടുമുടി ഇങ്ങനെ പൊക്കിയെടുത്ത് തൂക്കി നോക്കിയിട്ട് ഇത്ര കിലോ ഉണ്ടെന്ന് പറയുമെന്ന്. കയ്യിൽ വെട്ടിത്തിലാശയിലല്ല, ഇങ്ങനെ പിടിച്ചു തൂക്കുന്ന വെള്ളിക്കോല്. എന്തിനാ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ വലിപ്പം ഇമാജിൻ ചെയ്തോളാനാ. ഭൂമിയിലെ പൊടിയെ നാഴി, നാഴി കണ്ടിട്ടുണ്ടല്ലോ? ഒരാൾക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രമാണെന്ന അതിൻ്റെ അളക്കുന്ന പാത്രം നാഴി. ആ നാഴിക്കകത്ത്
ദുബായ് അബുദാബി മാത്രമല്ല, ഭൂമി മുഴുവൻ മണ്ണും കൂടെ ഇതിനകത്ത് കൊള്ളു. അതെന്നെ നാഴിയ. ആ നാഴി പിടിക്കുന്നവൻ ആരാ? നിന്റെ ദൈവത്തെക്കുറിച്ച് നിനക്കൊരു ചെറിയ ഐഡിയ കിട്ടാമെങ്കിൽ ഉണ്ടല്ലോ, നിന്റെ നിരാശ മാറും. നിന്റെ ദൈവത്തെക്കുറിച്ച് ഒരു ചിത്രം നിന്റെ അകത്ത് വന്നാൽ നീ ഇന്ന് രാത്രി ചാർജ് ആവും. പ്രൈസ് ദി ലോർഡ്. അകത്തൊരു ഭയങ്കര ബലം ഇങ്ങ് വ്യാപരിക്കും. എൻ്റെ ദൈവമേ, നീ ഇത്ര വലിയവനാണോ? നിന്റെ ദൈവം വലുതാണെന്ന് നീ അറിഞ്ഞാൽ നിനക്ക് ഒരു വലിപ്പം കിട്ടും, നിനക്ക് ഒരു ധൈര്യം കിട്ടും, നിനക്ക് ഒരു ശക്തി കിട്ടും. നിന്റെ ദൈവം വലിയവനാ. സ്തോത്രം, 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 സ്തോത്രം. ദൈവം വലിയവനാണ്. ദൈവം വലിയവനാ. ആ ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നവനാ യേശു ക്രിസ്തു. അതുകൊണ്ടാ കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നെന്ന് പറഞ്ഞപ്പം, അയ്യോ എന്നാ ഇച്ചിരി മുന്തിരിക്ക എവിടെയെങ്കിലും വേഗം മേടിച്ചോണ്ട് വാ എന്നാ മനുഷ്യൻ പറയുന്നത്. യേശു പറഞ്ഞ് വെള്ളം കോരി ഒഴുക്കി, കോരി കൊടുത്തോളാൻ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടിൽ പോയി വായിച്ചു നോക്ക്. യോഹന്നാൻ 2:1 മുതൽ 11 വരെ വായിച്ചു നോക്ക്. പച്ച വെള്ളം കിണറ്റിൽ നിന്ന് കോരി പാത്രത്തിലൊഴിച്ചു, പ്രാർത്ഥിച്ചു പോലുമില്ല, കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തപ്പോൾ വീഞ്ഞായി. സൃഷ്ടാവിന് മാത്രമേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റുകയില്ല, വേറെ ആർക്കും പറ്റുകയില്ല. യേശു ശിഷ്യന്മാരും കൂടെ ബോട്ടിൽ യാത്ര ചെയ്യുക, കാറ്റടിച്ചു, ഭയങ്കര കാറ്റടിച്ചിട്ട് വെള്ളം കയറാൻ തുടങ്ങി. കർത്താവ് ഉറങ്ങുക. ശിഷ്യന്മാർ എല്ലാ പരിപാടിയും നോക്കി പറ്റിയില്ല. ഒടുവിൽ കർത്താവിനെ വിളിച്ചു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നില്ല, നിനക്ക് വിചാരമില്ലയോ? കർത്താവ് എഴുന്നേറ്റു. ഒരു ടെൻഷനും ഇല്ല, ഒരു ബഹളവും വെച്ചില്ല, ഒറ്റ വാക്ക്, കാറ്റേ അടങ്ങുക. നിങ്ങൾ അതിനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. കാറ്റിനെയൊക്കെ കയറി പേര് വിളിക്കണമെങ്കിൽ സൃഷ്ടാവിനല്ല എല്ലാവർക്കും പറ്റുമോ? കാറ്റേ. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരോട് തോമാ എന്ന് പറയുന്ന പോലെയാ, കാറ്റേ സ്റ്റോപ്പ്. അനങ്ങിയിട്ടില്ല. പിന്നെ കാലാവസ്ഥ നിരീക്ഷകർ പറയും ഇനി 48 മണിക്കൂർ കഴിഞ്ഞിട്ടേ അനങ്ങാവുള്ളൂ. കാറ്റ് അവിടെ നിന്നു. രണ്ടാമത്തെ വാക്ക് കേൾക്കണം, കടലേ. അതിനാണെന്നറിയോ? കാറ്റ് നിന്നാലും കടൽ നിൽക്കുകയില്ല. ഒന്ന് ഇളകിയാൽ പിന്നെ 48 മണിക്കൂർ കഴിഞ്ഞ് ഇവനും നിൽക്കണമെങ്കിൽ അവനോട് സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചു. ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന പോലീസുകാരൻ്റെ കയ്യിലേ STOP എന്ന് എഴുതിയൊരു സാധനമുണ്ട്. പോലീസുകാരൻ മെലിഞ്ഞതാ. അവൻ ഈ ലൂയിസ് ഫിലിപ്പിൻ്റെ ഷർട്ടൊന്നും അല്ല ഇട്ടിരിക്കുന്നത്, ചുമ്മാ ഒരു കാക്കി. പക്ഷേ ഈ ബെൻസ് കാറില്ലേ, വലിയ കൂടിയ സാധനം, ഇത് കണ്ട നിന്നേ പറ്റൂ. ഒറ്റ ചവിട്ട് അവിടെ നിൽക്കും. ഈ സാധനം കണ്ടിട്ടാ എന്നെ പവർ അതിനല്ലേ. പോലീസുകാരൻ ഇതെല്ലാം കഴിഞ്ഞ് വെള്ളം എടുപ്പിട്ടുകൊണ്ട് വഴി നിന്ന് കാണിച്ചത് നിൽക്കുകയില്ല. അതാ ഗവൺമെൻറ്റിൻ്റെ പവർ അവിടെ വെളിപ്പെട്ടത്. സർവശക്തനായ ദൈവപുത്രൻ ആ ബോട്ടിൽ നിന്നുകൊണ്ട്, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക. ഇത് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി പ്രവചിച്ച് ഞാൻ പറയുക, നിന്റെ ജീവിതത്തിന് നേരെ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ ജോലിക്ക് നേരെ കഴിഞ്ഞ മാസങ്ങളിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ് ഇന്ന് രാത്രി സ്റ്റോപ്പ്. യേശുവിന്റെ നാമത്തിൽ അത് നിൽക്കട്ടെ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരൊറ്റ വാക്ക് മതി, ഇന്ന് രാത്രി ആ കാറ്റ് നിൽക്കും. ഒരൊറ്റ വാക്ക് മതി, ആ രോഗം അവിടെ നിൽക്കും. ഒരൊറ്റ വാക്ക് മതി, നിന്റെ തലമുറയുടെ ഗതി നേരെയാകും. റബാല ശാന്തരാദിയ ഓ റിഖമന ഹവല റുഷാലബ ഷിയാറബ. യേശുവിൻ നാമത്തിൽ അത് ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. സൗഖ്യം, വിടുതൽ, സ്വാതന്ത്ര്യം, അഭിഷേകം വ്യാപരിക്കട്ടെ. അനുഭവിക്കാനുള്ള സമയമാണിത്, പ്രാപിക്കാനുള്ള സമയമാണിത്. വചനം കേട്ട എല്ലാവരുടെയും മേൽ ആത്മാവ് വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കാം. അല്പനേരം അവിടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ അടിക്കണമെന്നുള്ളവർക്ക് കരങ്ങൾ അടിക്കാം,
കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണമെന്നുള്ള കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആരെയും പേടിക്കണ്ട. ഇത് സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. ഇത് സ്വാതന്ത്ര്യമുള്ള സമയമാണ്. ദൈവശക്തി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇന്ന് രാത്രി ഇറങ്ങി വരും. ഞാനത് വിശ്വസിക്കുന്നു.